ഈ പഠന യോഗത്തിൽ വചനത്തുണലിൽ വന്നിരിക്കാൻ, ആശ്വസിക്കാൻ, പുതിയ തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു. സ്തോത്രം. സർവമഹത്വവും തമ്പുരാൻ മാത്രമായിരിക്കട്ടെ. പരമാവധി ഞങ്ങൾ വിജയപ്പെടുവാൻ സഹായിക്കട്ടെ. അങ്ങയുടെ കരുത്തും കൃപയും കരുണയായി ഞങ്ങളിൽ ഒഴുകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനരായ ഓഫീസ് ഡീലേഴ്സ്, നവി മുംബൈയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസൻ, അവരുടെ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സന്തോഷത്തോടെ ഈ പുലർച്ച ദൈവസന്നിധിയിൽ ചെലവഴിക്കാൻ കർത്താവ് നമ്മെ അനുവദിച്ചതോടെ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അല്പനേരം ചിന്തിക്കാൻ തിരഞ്ഞെടുത്ത വേദഭാഗം നമുക്കേവർക്കും വളരെ പരിചിതമായ ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെ എഴുതപ്പെട്ട ദൈവം. ഇറ്റലിയിലെ ഫ്ലോറൻസ് മനോഹരമാകുന്നത് അമ്പരചുംബിയായ ഒരു ഗോപുരത്തോടെ തല ഉയർത്തി നിൽക്കുന്ന അവരുടെ കത്തീഡ്രൽ ദേവാലയമാണ്. പള്ളിമുറ്റം കുറെ കൂടെ മോടി പിടിക്കണമെന്ന് ചിന്തിച്ച് കമ്മിറ്റിക്കാർ ഒരു കൂറ്റൻ കല്ല് ദൂരസ്ഥലത്ത് നിന്നും സഭാജനങ്ങൾ ഒന്നിച്ച് കൈവണ്ടിയിൽ വെച്ച് പള്ളിമുറ്റത്തേക്ക് നിക്ഷേപിച്ചിട്ട് വർഷം 120 കിട്ടിയിട്ടുണ്ട്. പല ശില്പികൾ ഇതിൽ നിന്ന് ശില്പം നിർമ്മിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് അഡ്വർടൈസ് ചെയ്തതനുസരിച്ച് പറഞ്ഞിരുന്നെങ്കിലും ആ ശ്രമം വിഫലം എന്ന് പറഞ്ഞ് ആ കല്ല് ഉപേക്ഷിക്കുമായി. വീണ്ടും 24 വർഷം പിന്നിട്ടപ്പോൾ പുതുതായി എത്തിച്ചേർന്ന കമ്മിറ്റിക്കാർ ഈ കല്ലിൽ നിന്നൊരു ശില്പം നിർമ്മിച്ച് പള്ളിമുറ്റത്ത് പ്രതിഷ്ഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അവർ പരസ്യം ചെയ്തതനുസരിച്ച് 23 വയസ്സുള്ള ഒരു യുവശില്പി തൻ്റെ പുൽക്കൊടിയും ചിസിലുമൊക്കെയായി എത്തിച്ചേർന്നു. ആ കൃത്യം നിറവേറ്റാൻ സമ്മതിച്ച് അദ്ദേഹം ആദ്യം ഈ കൂറ്റൻ കരിക്കലിനെ മറച്ച് ആ മറയ്ക്കുള്ളിൽ പ്രഭാതത്തിൽ മുതൽ അദ്ദേഹം ഇരിപ്പായി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ മട്ടുപ്പാവിൽ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി ഇദ്ദേഹം ഉച്ചഭക്ഷണത്തിന് കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഓടി വന്ന കൗശലത്തോടെ ചോദിച്ചു, "Dear uncle, what are you talking which has thrown in this tent?" ഈ ടെന്റിനുള്ളിൽ നിന്ന് അപ്പൂപ്പഴായിട്ട് ശബ്ദം കേൾക്കുന്നു. താങ്കൾ എന്താണ് ഈ കല്ലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആ യുവശില്പി മൈക്കൽ ആഞ്ചലോ കുഞ്ഞിനോട് പറഞ്ഞു, "സ്നേഹത്തോടെ, my dear child, I am releasing the angel that is imprisoned in this marble." ഈ മാർബിളിനുള്ളിൽ ഒരു സുന്ദരമായ മാലാഖയെ വിളിച്ചിട്ടുണ്ട്. ആ മാലാഖയെ ഞാൻ കുത്തി ഭാഷ നിർത്തി പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമത്തിലാണ്. എല്ലാ കല്ലുകളിലും ഒരു ശില്പം മറഞ്ഞിരിക്കുന്നു. എല്ലാ പുഴകിലും ഒരു പൂമ്പാറ്റയുണ്ട്, ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ അതിനൊരു പ്രായം വിഷയമല്ല. നമ്മിൽ എല്ലാവരിലും കർത്താവ് ഒരു മനോഹര ശില്പം ഒളിച്ചിരിക്കുന്നവരാക്കി ഈ ലോകത്തിൽ അയച്ചതാണ്. ചിലരെല്ലാം ഈ ലോകത്തിന്റെ ചൂടേറ്റ് കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഉരസി മിനുസപ്പെടുമ്പോൾ നല്ല സുന്ദര ശില്പമായി പുറത്തേക്ക് എത്തും വാർദ്ധക്യത്തിലെങ്കിൽ.
ചിലരാകട്ടെ ഈ പരിമരുത്ത പ്രതലങ്ങളൊന്നും ഉരസി ഒഴിഞ്ഞു പോകാതെ അവശേഷിക്കുന്ന വിധത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരായി അവസാനം വരെ അതിൽ നിന്ന് പോവുകയും ചെയ്യും. ഈ പ്രഭാതം നമ്മിൽ കർത്താവ് രൂപപ്പെടുത്താൻ ആഗ്രഹിച്ച ആ സുന്ദര ശില്പമായി മാറാൻ സാധിച്ചില്ലെന്ന് നമുക്ക് തിരിച്ചറിവുണ്ട് എങ്കിൽ അതിനുള്ള ശ്രമമാകട്ടെ ഈ പുലർച്ച. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തെ സുവിശേഷത്തിനുള്ളിൽ ചേർത്തിരിക്കുന്ന സുവിശേഷം എന്നാണ്, ഗോസ്പൽ വിതിൻ ദ ഗോസ്പൽ എന്നാണ് പണ്ഡിതന്മാർ പലരും പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ഏവർക്കും പരിചിതമായ 3 കൊച്ചുപമകളാണ് ലൂക്കോസ് 15-ാം അധ്യായത്തിലെ പ്രധാന പ്രമേയം. 100 ആടുകളിൽ 1 കാടുകളിൽ മേയ്യുന്നതിനിടയിൽ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാമത്തെ ഉപമ. 10 ദ്രവ്യമുള്ള അതിലൊന്ന് സ്വന്തം വീട്ടിനകത്ത് കളഞ്ഞു പോകുന്നതാണ് രണ്ടാമത്തെ ഉപമ. 2 ആൺമക്കളുള്ള ഒരപ്പന് അതിലൊന്ന് മറ്റേതോ കാട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് മൂന്നാമത്തെ ഉപമ. ആദ്യത്തെ ഉപമയിൽ 100 ഒന്നും, രണ്ടാമത്തെ ഉപമയിൽ 10-ൽ 1, മൂന്നാമത്തെ ഉപമയിൽ 2-ൽ 1 നഷ്ടപ്പെട്ടു പോകുന്നത്. ആദ്യത്തെ ഉപമയിൽ നഷ്ടപ്പെടുന്നതാണ്, രണ്ടാമത്തെ ഉപമയിൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ബ്രഹ്മ, മൂന്നാമത്തെ ഉപമയിൽ നഷ്ടമാകുന്നതോ ഒരു പുത്രൻ. ആദ്യത്തെ ഉപമയിൽ ആട് നഷ്ടപ്പെടുന്നത് കാട്ടിൽ, രണ്ടാമത്തെ ഉപമയിൽ ബ്രഹ്മ നഷ്ടപ്പെട്ടത് വീട്ടിൽ, മൂന്നാമത്തെ ഉപമയിൽ പുത്രൻ നഷ്ടപ്പെട്ടത് മറ്റേതോ നാട്ടിൽ. അമൂല്യനിധികളായ മനുഷ്യരും നഷ്ടപ്പെടാൻ കാടോ ഈ ലോകമാകുന്ന നാടോ എന്തിനേറെ സ്വന്തം വീടോ ഒക്കെ ധാരാളം എന്നാണ് ഈ 3 ഉപമകളിലൂടെ കർത്താവ് പറയാൻ ശ്രമിക്കുന്നത്. ആണ് നഷ്ടപ്പെടുന്നത് കൂട്ടം വിട്ട് വേറിട്ടൊരു വഴി നേടാൻ സ്വയം ആഗ്രഹിച്ച് ആരുടെ നിയന്ത്രണത്തിലും താല്പര്യം നിൽക്കാതെ ഓരോ ഉൾപ്പിടികളോടും പ്രതീക്ഷ അർപ്പിച്ച് അകലം ശ്രദ്ധിക്കാതെ ദൂരത്തായി പോയതുകൊണ്ട് നഷ്ടപ്പെട്ടതാണ്. ബ്രഹ്മ നഷ്ടപ്പെട്ടത് ബ്രഹ്മയുടെ കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മയുടെ കുഴപ്പമുണ്ടായി. പരിപാലന പരിചയം ഉണ്ടായിട്ടും ആ വൈഭവം ഒക്കെ സമയത്ത് പ്രയോജനപ്പെടാതെ സ്വന്തം വീടുകൾക്കുള്ളിൽ നഷ്ടപ്പെടുന്നവരും ഇന്ന് ധാരാളം. വേദപുസ്തകത്തിൽ പറയുന്ന മൂന്നാമത്തെ ഉപമയിലെ പുത്രൻ മറ്റാരുടെയും കുഴപ്പം കൊണ്ട് നഷ്ടപ്പെട്ടതല്ല, ജീവിതത്തിൽ ലഭിച്ച സാഹചര്യങ്ങൾ സ്വയം വീഴാൻ സാധ്യതയായി മാറ്റിയതുകൊണ്ടാണ്. പക്ഷേ 3 ഉപമകളിലൂടെയും കർത്താവ് തന്റെ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെടാത്തതിനേക്കാൾ വില കൂടിയത് എന്ന ചിന്തയിലാണ്. ഇതാണ് ദൈവരാജ്യത്തിന്റെ ഇക്കോണമി. The kingdom of God is different entirely from this world. ഈ ലോകത്തിലെ മൂല്യങ്ങളിലും ധാരണയ്ക്കും അപ്പുറം ദൈവസ്നേഹത്തിന്റെ മൂല്യത്തിൽ കർത്താവ് കാണിക്കുന്ന ആ ഏകകൾ വ്യത്യസ്തമാണ്. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടാത്തതിനേക്കാൾ അമൂല്യം, നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ് നഷ്ടപ്പെട്ടു പോയത്. ഈ മൂന്നാമത്തെ ഉപമയാണ് സമയ ദാരിദ്ര്യം കൊണ്ട് ചുരുക്കി പറയാൻ സാധിക്കും. ഇതിനെ സാധാരണ മലയാളത്തിൽ മുടിയനായ പുത്രന്റെ ഉപമയെന്നാണ് നാം വിളിക്കുന്നത്. എന്നാൽ ഈ സത്യവേദ പുസ്തകത്തിൽ ഒരൊറ്റ സ്ഥലത്തും ഈ പ്രയോഗം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടേയില്ല. മുടിയനായ പുത്രനെന്നോ മുടിയനെന്നോ ഒരു പദം വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. കേരളക്കാരുടെ കുഴപ്പം ഇതാണ്. പറയാത്ത കുഴപ്പം കണ്ടുപിടിച്ച ഉപമയിൽ ആരോപിക്കുകയാണ്. സത്യത്തിൽ രക്ഷപ്പെട്ട പുത്രന്റെ ഉപമയാണ്, നഷ്ടപ്പെടാത്ത പുത്രന്റെ ഉപമയാണ്.
നഷ്ടശിഷ്ടത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ സാഹചര്യം അനുകൂലമായി ലഭിച്ചപ്പോൾ ജീവിച്ചെഴുന്നേറ്റ് ഉണർന്ന ഒരു പുത്രന്റെ ഉപമയാണ്. അതുകൊണ്ട് ഈ ഉപമയെ തമിഴിൽ വിളിക്കുന്നത് കെട്ടകുമാരന്റെ ഉപമ എന്നാണ്. ഇംഗ്ലീഷിൽ കുറെ കൂടെ മര്യാദയോടെ വിളിക്കുന്നത് ദിസ് ഈസ് എ പാരബിൾ ഓഫ് പ്രൊഡിഗൽ സൺ, ധാരാളിയായി ജീവിച്ച ധൂർത്തനായ പുത്രന്റെ ഉപമയെ. എന്നാൽ ഈ ഉപമയ്ക്ക് ഞാൻ വിളിക്കാൻ വിളിപ്പേര് കൊടുക്കാൻ ആഗ്രഹിക്കാറുള്ളത് ദിസ് ഈസ് എ പാരബിൾ ഓഫ് എ ലവിംഗ് ഫാദർ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന രക്ഷകനായ ഡാക്ടറെ കുറിച്ച് കർത്താവ് പറയാൻ ശ്രമിച്ച ഒരു ഉപമ എന്ന പേരിലാണ്. ഈ വേറെ പകുതി ഒരപ്പന് 2 ആൺമക്കളുണ്ടായി. ആ മക്കളിൽ ഇളയവൻ അപ്പനോട്, അപ്പ നിന്റെ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണ്ടേ എന്ന് പറഞ്ഞു. സംഭവം തുടങ്ങിയതോടെയാണ്. ഇതിന്റെ ഓരോ എംഫസിസിലും പ്രാധാന്യമുണ്ട്. അപ്പ നിന്റെ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണം എന്ന ന്യായമായ ചോദ്യം മാത്രമേ ഇളയപുത്രൻ ആരോപിച്ചുള്ളൂ അപ്പനോട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം യഹൂദ സാംസ്കാരിക ഭൂമികയിൽ വൃദ്ധനാകുമ്പോൾ മൂത്തപുത്രന്റെ അധികാരമാണ് അപ്പനോട് സ്വത്ത് വീതം ചെയ്യാൻ പറയാനുള്ള അവകാശം. അതും സ്വന്തമാക്കാൻ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ അധികാരവും ഇല്ലതാണ്. അപ്പന് 2 ആൺമക്കൾ ഉണ്ടെങ്കിൽ വസ്തു 3 ഭാഗിക്കും. ജീവിച്ചിരിക്കെ ഒരു പങ്ക് മൂത്തപുത്രന്, മറുപങ്ക് ഇളയപുത്രന്, വേറൊരു ഭാഗം അപ്പന്റെ നിര്യാണത്തിന് ശേഷം. ഇതാണ് ആ മൂത്തപുത്രന് ചേരുന്ന ജ്യേഷ്ഠാവകാശം. പദവി മറന്ന് ഈ ഇളയ മകൻ ചാടി വീണ് ജ്യേഷ്ഠന്റെ അധികാരം പ്രയോഗിച്ചു എന്ന അഹങ്കാരം ആദ്യ വാചകത്തിൽ തന്നെ ഇളയവൻ അപ്പനോട് ചോദിച്ചു എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമായി കാണിച്ചു തരികയാണ് കർത്താവ്. യേശു കർത്താവിന്റെ കൂർമ്മ ബുദ്ധി ഉപമയുടെ പ്രയോഗത്തിൽ കാണുന്ന ഓരോ അംശങ്ങളിലും അർത്ഥം കൽപ്പിക്കാനുള്ള കർത്താവിന്റെ വ്യക്തിമുദ്ര ഈ ഉപമയിൽ മുഴുവനായി അലിഞ്ഞ് ചേർന്ന് നിൽക്കുകയാണ്. ഇളയവൻ അപ്പനോട്, അപ്പ നിന്റെ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പൻ പകുത്തു കൊടുത്ത് അതായിരുന്നില്ല. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പനോട് ചോദിച്ചത്, അപ്പ അതിന്റെ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം എന്നാണ്. എന്നാൽ അപ്പൻ അവർക്ക് വസ്തു പകുത്തു കൊടുക്കാതെ മുതൽ പകുത്തു കൊടുത്തു എന്നാണ് പ്രയോഗം. തമിഴ് വേദപുസ്തകം വായിച്ചാൽ 2 സ്ഥലങ്ങളിലും ആസ്തി എന്ന വാക്കാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ചില ഭാഷാന്തരങ്ങൾ പ്രയോഗിച്ചാൽ പ്രോപ്പർട്ടി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ചിലതിൽ വെൽത്ത് എന്ന പ്രയോഗവും ഉണ്ടതാണ്. എന്നാൽ ആദ്യമായി എഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതുപോലെ 2 വ്യത്യസ്ത വാക്കുകൾ കൃത്യതയോടെ പ്രയോഗിച്ചാണ് കാണുന്നത്. അപ്പൊ അതിന്റെ വസ്തുവിൽ, വസ്തു എന്നത് ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഉസിയാസ് എന്ന വാക്കാണ്. OUSIAS എന്നെഴുതാവുന്ന ഉസിയാസ്. ഉസിയാസ് എന്ന വാക്കിന് 2 or 3 വാക്കുകൾ കൊണ്ട് വിവരിച്ച് പറയാം. ലാൻഡ് ഓർ പ്രോപ്പർട്ടി എന്ന് ചുരുക്കം. ഭൂമി അല്ലെങ്കിൽ സ്വത്ത് എന്ന് പറയാം. നിന്റെ ഭൂമിയുടെ ഷെയർ അല്ലെങ്കിൽ സ്വത്തിന്റെ വീതം ഒരു ഇളയ മകൻ എന്ന നിലയിൽ ലഭിക്കാനുള്ള ഓഹരി എനിക്ക് മുൻകൂട്ടി തരണം എന്നാണ് അവന്റെ ആവശ്യം. എന്നാൽ അപ്പൻ നൽകിയതോ നമുക്ക് പലപ്പോഴും കിട്ടിയതുപോലെ ഓഹരി നൽകുന്നതിന് പകരം അവർക്ക് മുതൽ പകുത്തു കൊടുത്തു എന്നാണ്. മുതൽ
എന്നതിന് ഗ്രീക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഉസിയാസിൽ നിന്ന് വ്യത്യസ്തമായി ബയോൺ എന്ന വാക്കാണ്. BION. എല്ലാവരും പണ്ടേ കേട്ട് ബയോസ് എന്ന വാക്കുണ്ട്, ജീവൻ. ബയോൺ ന്യൂട്രൽ വാക്കാണ്. ബയോൺ എന്ന പദത്തിന് നിരവധി അർത്ഥങ്ങൾ പറഞ്ഞാലേ ആ ഒറ്റ ചെറിയ വാക്കിന് അർത്ഥം മുഴുപ്പിക്കാനാവും. ലാൻഡ്, പ്രോപ്പർട്ടി, ലൈഫ് സ്റ്റോക്ക്, livelihood and all the material blessings. ഭൂമി, സ്വത്ത്, കന്നുകാലികൾ, പൊന്ന്, വെള്ളി തുടങ്ങിയ സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്നിങ്ങനെ അപ്പന്റെ വീതമായി എന്തൊക്കെ നൽകാൻ കഴിയുമോ അതെല്ലാം, ജീവൻ ഉൾപ്പെടെ, അതാണ് ബയോൺ. പുത്രൻ ചോദിച്ചത് അല്പം, എന്നാൽ അപ്പൻ നൽകിയത് അധികം. ഇതല്ലേ അധികം ലഭിച്ച വിഭവമല്ലേ അവന്റെ വിവരമില്ലായ്മയ്ക്ക് കാരണമായത് എന്ന് അറിയാതെ നാം ചോദിച്ചു പോകും. അതുകൊണ്ട് നാം ആദ്യം കുറ്റപ്പെടുത്തും. അവിവേകത്തോടെ ഒരു യുവാവ് ചോദിച്ചപ്പോൾ അബദ്ധമെങ്കിലും അപ്പൻ കാണിച്ചത് വിവരക്കേട്. അപ്പോൾ ഈ കർത്താവ്, ഈ അപ്പൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം തിരിച്ചു. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് കിട്ടിയത് അങ്ങനെയല്ലേ? നിന്റെ യോഗ്യത നോക്കിയാണോ ഞാൻ നിനക്ക് തന്നത്? അപ്പനും അമ്മയും നിനക്ക് വേണം എന്നോട് ചോദിച്ചില്ല, ഞാൻ തന്നു. നിനക്ക് മൂക്ക് വേണം എന്നോട് ചോദിച്ചില്ല, കാരണം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ പോലും അത് ചോദിക്കേണ്ടി വരുമായിരുന്നില്ല നിനക്ക്. അമ്മയുടെ പ്ലാസന്റയിലൂടെയാണ് ശ്വസിച്ചിരുന്നത്, ഭക്ഷിച്ചിരുന്നത്, വിസർജിച്ചിരുന്നത്. അതിന്റെ ആവശ്യം വന്നില്ലായിരുന്നു. ഈ ലോകത്തിൽ വന്നപ്പോൾ അമ്മയുമായുള്ള ബന്ധം നിനക്ക് മുറിച്ചു കളഞ്ഞാൽ പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വച്ഛന്തം ശ്വസിക്കാൻ ആവശ്യമുണ്ട് നിനക്ക് മൂക്ക് എന്ന് ഞാൻ അറിഞ്ഞ നേരത്തെ ഉറപ്പിച്ചു വെച്ച് തന്നതാണ്. ഇവിടെ മഴയുണ്ടെന്നും മഴ മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നതെന്നും നിനക്കറിയില്ലായിരുന്നു. അതെനിക്കറിയാമായിരുന്നത് കൊണ്ടാണ് മോട്ടോർ കമിഴ്ത്തിയതുപോലെ മൂക്കിനെ താഴോട്ട് വെച്ചത്. അല്ലെങ്കിൽ കുടയെടുക്കാൻ മറന്ന ഒരു ദിവസം പെട്ടെന്ന് മഴ പെയ്തിരുന്നുവെങ്കിൽ മുകളിലോട്ട് തുറന്നിരുന്നതിന്റെ മൂക്കിന്റെ അകത്ത് വെള്ളം നിറങ്ങി ആദ്യമാണ് ചത്തതുമായി ആദ്യ മഴയിൽ. നിനക്കിതിനെ കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ വിവരദോഷി അല്ലാത്തത് കൊണ്ട് നിനക്കിതൊക്കെ അറിഞ്ഞ് ഞാൻ നേരത്തെ മുൻകൂട്ടി നിനക്ക് തന്ന് ഈ ലോകത്തിലേക്ക് അയച്ചു തന്നതാണ്. എന്തിനേറെ എല്ലാം പൗലോസ് പറയുന്നത് പ്രാപിച്ചതല്ലാതെ എന്താണുള്ളത് നമുക്ക്? എല്ലാം ആവശ്യമെന്ന് കണ്ട് ഞാൻ നിനക്ക് നേരത്തെ കൂട്ടി തന്നിരുന്നതാണ്. അതുകൊണ്ട് ഈ ധൂർത്തപുത്രൻ നിനക്ക് തന്നതുപോലെ യോഗ്യതയില്ലാത്തതൊക്കെ മുൻകൂട്ടി കൊടുക്കണമെന്ന് എനിക്ക് എന്റെ മനസ്സ് തോന്നി. അതാണ് എന്റെ ഹൃദയം. അവനങ്ങനെ അല്പം ചോദിച്ചു, അധികം ലഭ്യമാക്കി. ഈ അളവില്ലാതെ ലഭിച്ചത്, യോഗ്യതയില്ലാത്തത്, അത് തന്നെയാണ് ഈ ലോകത്തിൽ മനുഷ്യന്റെ വീഴ്ചയ്ക്കും തകർച്ചയ്ക്കും മുതലായി മാറാറുള്ളത്. നല്ല ആരോഗ്യമുള്ള ശരീരമുള്ളത് കൊണ്ടല്ലേ അവിവേകത്തോടെ പാപം ചെയ്യാൻ ആവേശിക്കുന്നത്? കാഴ്ചയുള്ള കണ്ണുകൾ ഉള്ളത് കൊണ്ടല്ലേ അന്ധമാക്കുന്ന വൃത്തികേട് കാണാനും ആസ്വദിക്കാനും താല്പര്യം തോന്നുന്നത്? ശരീരസുഖമുള്ളത് കൊണ്ടല്ലേ ലോകത്തിലെ സന്തോഷങ്ങളെല്ലാം അനുഭവിക്കണം എന്ന് ആഗ്രഹം ആവർത്തിക്കാറുള്ളത്? ആരുടെ കുഴപ്പം? സത്യമായി പറഞ്ഞാൽ പറയേണ്ടി വരും, ദൈവമേ നിന്റെ കുഴപ്പമാണിതല്ല. കാരണം എന്നെ ഇത്രത്തോളം ആരോഗ്യമുള്ളവനാക്കി മാറ്റിയപ്പോൾ ഇതൊക്കെ അവിവേകത്തോടെ ചെയ്യാൻ ആവേശമുണ്ടായില്ലേ എന്ന് പറയേണ്ടി വരും. അവനവർക്ക് മുതൽ പകുത്തുകൾ. യോഗ്യതയില്ലാത്തതൊക്കെ ഈ പുത്രന്റെ ജീവിതത്തിൽ എത്തിച്ചേർന്നതോടെ യോഗ്യമല്ലാത്തൊരു ജീവിതം ചെയ്യാൻ അവൻ കച്ചകെട്ടി പുറപ്പെട്ടു. ആദ്യം അവൻ ചെയ്തത്
കുടുംബത്തിന്റെ യൂണിറ്റി ഇല്ലാതാക്കി. അവൻ ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന ജീവിതത്തിന്റെ തീരുമാനം കൈക്കൊണ്ടു. വേറിട്ട ഒരു വഴി അവൻ സഞ്ചരിക്കാൻ തെരഞ്ഞെടുത്തു. ഒന്നിച്ചുള്ള ജീവിതത്തെ കുറിച്ച് അപ്പൻ ആവർത്തിച്ചു പറയുമ്പോൾ ഭിന്നിച്ചുള്ള ജീവിതത്തെ കുറിച്ചാണ് മൂത്തപുത്രൻ പോലും അവനോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് തോന്നുന്നു മനഃപൂർവ്വം കർത്താവ് ഈ കഥ അവസാനിപ്പിക്കുമ്പോൾ മൂത്തപുത്രനെ വീട്ടിന്റെ പുറത്ത് നിർത്തി വീട് അടച്ച് കഥ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സത്യത്തിൽ ആരാണ് മൂത്തപുത്രൻ പറഞ്ഞവസാനിക്കുമ്പോൾ നമുക്ക് തോന്നും മൂത്തപുത്രനാണ് മൂത്തപുത്രൻ. കാരണം കഥ അവസാനിച്ചപ്പോൾ കഥാവിശേഷനായി മാറിയത് ഈ മൂത്തപുത്രനാണ്. അവന് വീട്ടിനകത്ത് കയറാനും സന്തോഷത്തിന്റെ കൂട്ടായ്മയിൽ ചേരാനും അപ്പൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ കൂട്ടാക്കാതെ തന്റെ വീട്ടിലെ വേലക്കാരോടൊക്കെ അടക്കം പറഞ്ഞും വീട്ടുകാരെ കുറിച്ച് അനാവശ്യം കേട്ടും അത് സത്യം എന്ന് ധരിച്ചു അവൻ പുറത്തു നിൽക്കാനാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ കഥയുടെ തിരശ്ശീല അവസാനത്തറിയിലൂടെ അവസാനിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലെ നീ വിലയിരുത്തൽ നിന്നു എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിക്കുകയാണ്. ഈ ഉപമയ്ക്കകത്ത് ഈ പ്രിയപ്പെട്ട പുത്രൻ ഇളയവൻ സന്തോഷിക്കാൻ സ്വന്തമായി തീരുമാനിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്തിനാണ് അവൻ വീട് വിട്ടു പോയത്? ഈ ഉപമയ്ക്കകത്താണ് ഞാൻ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. പുറത്തു പോകാൻ കാരണം അവൻ പറയുന്നു, I am experiencing famine in my father's house and ambience. എന്റെ അപ്പന്റെ ജീവിത പരിസരത്തിൽ ക്ഷാമം ഞാൻ അനുഭവിക്കുകയാണ്. ആ ക്ഷാമം ഇല്ലാത്തൊരു മേഖല പരിശോധിച്ച് എല്ലാം ക്ഷേമമായി ലഭിക്കുന്ന ഊറ്റും ഉറവയും ഒക്കെയുള്ള സ്ഥലം തേടി പണം ഉണ്ടെങ്കിൽ എന്തും നേടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ സ്വന്തമായി സന്തോഷിച്ച് ആ സൗഭാഗ്യം അനുഭവിക്കാൻ പുറപ്പെടുകയാണ് എന്നാണ് അവൻ കരുതുന്നത്. ഈ ഉപമയിൽ അതാണ് നാം വായിക്കുന്നത്. ക്ഷേമമുള്ള ഒരു ഭവനത്തിൽ നിന്നും അവസാനം ഗതികെട്ട് ക്ഷാമത്തിൽ വലയുന്ന നാട്ടിൽ അകപ്പെട്ടു പോവുകയാണ്. രണ്ടാമത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് he prioritized money over all of his relationships. എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം അവൻ പണത്തിന് പ്രാധാന്യം നൽകി. അവൻ പണത്തെ മുമ്പിൽ വെച്ച് അതിലേക്ക് യാത്ര ചെയ്യും, അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യും. കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവൻ പണത്തിന് പ്രാധാന്യം നൽകി. മൂന്നാമത് ഈ ഉപമയിൽ നിന്ന് കാണാൻ കഴിയുക മറ്റൊരു കാര്യം, he transferred or he exchanged his ancestral blessings to perishable goods. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അവൻ കുതിർ സമ്പാദ്യവും അവൻ ജോലി ചെയ്യാതെ അവന് നോവാതെ ലഭിച്ച പണവുമല്ല ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി, സുഖോല്ലാസങ്ങൾക്ക് വേണ്ടി പിരിച്ച് ഉപയോഗിക്കാനും തുകയാക്കി മാറ്റി ചെലവഴിച്ചു കളയാനും ആഗ്രഹിച്ചു. പലതും നമ്മൾ നേടിയതല്ല. കുടുംബത്തിന്റെ പേര്, സാക്ഷ്യമുള്ള ഭവനം, പ്രാർത്ഥിക്കുന്ന ആത്മീയ പാരമ്പര്യം, ഇതൊക്കെ സ്വന്തമായി നമുക്ക് ഉണ്ടാക്കാനാവില്ല, ഉണ്ടാക്കിയതുമല്ല. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നേടിയ മാതൃകാ ജീവിതത്തിന്റെ മര്യാദക്കാരെന്ന സാക്ഷ്യം, അനുഗ്രഹീതമായ ഭവനം എന്ന പേര്, ശാപമുക്തമായ അന്തരീക്ഷത്തിൽ ആവാസ വ്യവസ്ഥ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു സാമൂഹിക പരിസരം, ഇതെല്ലാം നാം ഒറ്റയ്ക്ക് ആർജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക്
കൈമോശം വരാതെ കൈമാറ്റം ചെയ്യാൻ ദൈവം നമുക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തമായ വിഭവങ്ങളാണ്. ഈ പ്രിയപ്പെട്ട പുത്രൻ അവന്റെ ജീവിതത്തിലൂടെ അവന്റെ പിതൃ പാരമ്പര്യത്തിൽ കൈവന്നതെല്ലാം നഷ്ടപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവശേഷിപ്പിച്ചില്ല ഒന്നും. അവന്റെ ജീവിതത്തിനു വേണ്ടി മാത്രമാക്കി ആ വരവിന്റെ ഒഴുക്കുകളെല്ലാം ശിഥിലമാക്കി കളഞ്ഞു. അങ്ങനെ വസ്തു നാനാവിധം ആക്കി കളഞ്ഞു. പിന്നെ കാണുന്ന ഒരു രസകരമായ കാര്യം താഴോട്ട് വായിച്ചപ്പോൾ 16-ാം വാക്യത്തിന്റെ അവസാനം 17 തുടങ്ങുമ്പോൾ അപ്പോൾ സുബോധം വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സുബോധമില്ല എന്നല്ലേ? കുറച്ച് കഴിഞ്ഞാണ് വന്നത് ആ ബോധം. അപ്പോൾ സുബോധം വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സുബോധമില്ല എന്നാണ് നമുക്ക് സത്യം മനസ്സിലാവുന്നത്. എന്താണ് ഈ സുബോധം? ഞാനിത് പഠിക്കാനും പരിശോധിക്കാനും ശ്രമിച്ചു. കാരണം ഞാൻ പഠിച്ചിട്ടില്ലാത്ത മനഃശാസ്ത്രവും ചേർന്ന് വരുന്നതാണ് സുബോധവും അബോധവും എന്ന വാക്കുകൾ. ഡോക്ടർ സള്ളിവൻ എന്ന മനഃശാസ്ത്രത്തിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ ചിന്തിക്കാത്ത വേറൊരു അർത്ഥമാണ് സുബോധത്തിന് മനഃശാസ്ത്രജ്ഞൻ പ്രയോഗിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് മെന്റൽ ഹെൽത്ത്, അതാണ് സുബോധം. മാനസിക ആരോഗ്യമുള്ളവന് സുബോധം ഉണ്ടെന്ന് പറയാം, അതില്ലെങ്കിൽ ഇല്ല ബോധം എന്ന് പറയാം. Mental health is the ability or capacity to maintain healthy interpersonal relationship. അദ്ദേഹം പറയുന്നതാണ്. എന്താണ് മാനസികാരോഗ്യം? ഡോക്ടർ സള്ളിവൻ പറയുന്നത് mental health is the ability or capacity to maintain healthy interpersonal relationship. വ്യക്തിബന്ധങ്ങൾ ദൃഢമാക്കാൻ, സൽബുദ്ധിയോടെ നിലനിർത്താൻ മനുഷ്യന്റെ പ്രാപ്തി നേടുക, അതാണ് മാനസികാരോഗ്യം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മെന്റൽ ഡിസബിലിറ്റി or illness? Mental disability is the failure to maintain healthy interpersonal relationship. ആരോഗ്യകരമായ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ വ്യക്തികൾ തമ്മിൽ സ്ഥാപിച്ച് നിലനിർത്താൻ കഴിയുന്ന കഴിവില്ലായ്മയാണ് മാനസിക രോഗം. അങ്ങനെയാണെങ്കിൽ ഈ കുഴപ്പമല്ലേ ഈ പുത്രനുള്ളത്? നമ്മളൊരാൾക്ക് മാനസിക രോഗമുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ്? കേരളത്തിൽ നിന്ന് വന്ന് നമുക്ക് കപ്പപ്പഴം നല്ല പരിചയമുണ്ട്. ഒരു വാഴക്കുലയിൽ നിന്ന് ഒരു കപ്പപ്പഴം വാങ്ങി വാഴ പിടിച്ച് തൊലി വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ട് പഴം തിന്നാൽ നോക്കി നിൽക്കുന്ന ആളുകൾ പറയും കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ളയാണ്. പറയാതെ തന്നെ അതറിയാം. അതേസമയം തിരിച്ച് തൊലി വിരിച്ച് പഴമെടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടതിന് ശേഷം ആ മനുഷ്യരുടെ തൊലി ഒരു ഗ്ലാസ് വെള്ളമായി നന്നായിട്ട് കഴുകി എല്ലാവരും കാണുക കഴിച്ചു നിന്നാൽ പറയും പാടും. എന്താ കാരണം? നമ്മുടെ ധാരണയിൽ പഴം കഴിക്കാനുള്ളത് തൊലി കളയാനുള്ളത് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ കുടുംബത്തിൽ നിന്നുള്ളവർക്കാണ് വഴക്കുണ്ടാക്കരുത്. ഞാൻ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അതുകൊണ്ട് ആ വഴിയിലാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇന്നലെ ബ്ലഡ് പരിശോധിച്ച് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുകയാണ് ഷുഗർ ഇത്തിരി ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്, കൊളസ്ട്രോളും ഇത്തിരി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് പെട്ടെന്ന് വിശപ്പ് തോന്നിയാൽ ഷുഗർ കൂടുതലുള്ള ഈ കപ്പപ്പഴം കഴിച്ചു കളയരുത്. പിന്നെ ഫൈബർ ഉള്ളത് കൊണ്ട് തൊലി തൽക്കാലം വീട് വരെ പിടിച്ചു നിൽക്കാൻ അത് കഴിക്കുന്നതുകൊണ്ട് തലക്കേടില്ലെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതുകൊണ്ടായിരിക്കാം അയാൾ തൊലി കഴിച്ചിട്ട് പഴം കളഞ്ഞിട്ട് പോയി. നമുക്ക് തോന്നിയത് അയാൾക്കാണ് പട്ട് എന്നാണ്.
ഈ വട്ടിനെ കുറിച്ചുള്ള ധാരണയിൽ വ്യത്യസ്തമാണ്. എന്നാൽ കർത്താവ് ഈ പുത്രനിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്താണ്? വ്യക്തിബന്ധങ്ങൾ ഇഴക്കം വന്നിട്ട് അകലം പാലിക്കുമ്പോൾ ഒരു വ്യക്തി സ്വന്തമായും സ്വാർത്ഥനായും ഒറ്റപ്പെട്ടവനായി അധപ്പതിക്കുമ്പോൾ അതാണ് മാനസിക രോഗം. ഇനി നമുക്ക് ആർക്കെങ്കിലും വട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഈ ടെസ്റ്റ് അനുസരിച്ച് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പറയുകയാണ്, നമ്മുടെ നല്ല സൗഹൃദങ്ങൾ വലുതാണെങ്കിൽ, കൂട്ടുകെട്ട് വിശുദ്ധമാണെങ്കിൽ, നിർമ്മലമായ സ്നേഹബന്ധം നിലനിൽക്കുന്നുവെങ്കിൽ മാനസികാരോഗ്യത്തിന്റെ തോത് അളവ് വലുതാണ് എന്ന് പറയാം. തിരിച്ചു പറഞ്ഞു നോക്കാം, സൗഹൃദങ്ങൾ അകന്നകന്നകന്ന് എല്ലാം വിട്ടുപോയിട്ട് ഒരു വീട്ടിനകത്ത് പോലും സ്നേഹത്തോട് ഒന്ന് നോക്കാൻ, ചിരിക്കാൻ, സംസാരിക്കാൻ, ഇടപെടാൻ കഴിയാതെ ഒടുവിൽ ഒറ്റക്കായി പോകുന്നുവെങ്കിൽ ഇതിനെയാണ് വട്ട് എന്ന് പറയുന്നത്. വേദപുസ്തക ചരിത്രത്തിൽ 2 ഭ്രാന്തന്മാർ ഒന്നിച്ചു പോയതായി മത്തായി വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പോലും നിവൃത്തിയില്ല. മാനസിക രോഗം വന്നാൽ മനുഷ്യൻ പരമാവധി ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയുള്ളൂ, ജീവിക്കുകയുള്ളൂ. ഇവിടെ ഇവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. കാരണം അവൻ വട്ടാണ്. അവൻ സൃഷ്ടിച്ചെടുത്ത ഒരു ഏകാന്തതയുടെ തടവറയിൽ അതിന്റെ സുരക്ഷിതത്വം അനുഭവിക്കാൻ മോഹിച്ച് അതിനെ ലാളിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയാം. ഈ പുത്രൻ അങ്ങനെ വീട് വിട്ട് ഒറ്റയ്ക്ക് ജീവിതം ആരംഭിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. അതിന് കാരണം എന്താണ്? ജീവിതത്തെ കുറിച്ച് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഈ ചെറുപ്പക്കാരൻ ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ലൈഫ്? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജീവിതത്തെ കുറിച്ച് നിർവചിക്കാനുള്ളത് കുട്ടികളുടെ മനഃശാസ്ത്രം പെഡഗോജി പഠിക്കുമ്പോൾ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളത് 12 വയസ്സിന് മുമ്പ് ജീവിതം എന്താണെന്ന് ഒരു കുട്ടി നിർവചിച്ചിരിക്കണം എന്നാണ്. ബുദ്ധിയുള്ളവരെങ്കിൽ 12 വയസ്സിന് മുമ്പ് ഷെല്ലിയും ടോൾസ്റ്റോയും ഡോസ്റ്റോവസ്കിയും വില്യം ഷേക്സ്പിയറും മിൽട്ടണും ഒക്കെ വിവരിച്ചതുപോലെ ജീവിതത്തെ കുറിച്ച് നീളൻ വാചകങ്ങളിൽ വലിയ സൈദ്ധാന്തികമായ വിശദീകരണങ്ങളൊക്കെ നിർവചനങ്ങളായി കണ്ടെത്തണമെന്നല്ല, മറിച്ച് ഒരു സ്വപ്നം എനിക്ക് എന്തായി തീരണം എന്ന് ഉറപ്പിക്കാൻ 12 വയസ്സിന് മുമ്പ് ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ ടീനേജ് ആരംഭിച്ച് ഏത് സാഹചര്യത്തിലും അയാളെ പറിച്ചു നട്ടാൽ വ്യക്തിവികാസത്തോടെ സാഹചര്യങ്ങളുടെ പ്രതികൂലതയാണ് ജീവിച്ച് മുന്നേറും എന്നാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇവന്റെ പ്രശ്നം പരിശോധിച്ചാൽ മനസ്സിലാകും. 12 വയസ്സിന് മുമ്പ് ഒരു കാര്യത്തിലാണ് അവൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്. ഈ ഉപം വായിച്ചപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയൊരു സംഭവമുണ്ട്. 3 സ്ഥലത്ത് ഇന്നത്തെ കാലത്തെ കുറിച്ച് അതുപോലെ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ അപ്പന് എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാൻ വിശപ്പോട് നശിച്ചു പോകുന്നു. 2 തിന്ന് ആനന്ദിക്കുക. തീറ്റ. ഇവന്റെ വീട്ടിൽ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ചില കുട്ടികൾക്ക് ബോംബെ പട്ടണത്തിലുള്ള ഏതൊക്കെ ഹോട്ടലിലാണ് നല്ല മണമുള്ള ഭക്ഷണം കിട്ടുന്നത് നന്നായിട്ട് അറിയില്ല. ഇതുപോലെ ഈ പുത്രന് വീട്ടിൽ നിന്ന് ട്രെയിനിങ് ലഭിച്ചത് ശാപ്പാടിന്റെ കാര്യത്തിൽ മാത്രമാണ്. അപ്പൻ ഒരു ജോലിയെ ഉണ്ടായിരുന്നുള്ളൂ, തിന്നാൻ കൊടുക്കുക. പന്നിയെ പോലെ വളർന്നാൽ മതി. വിശ്വാസത്തിലും ആത്മീയതയിലും പക്വതയാർജിക്കാൻ ആ അപ്പൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെന്ന് വേണം കരുതാൻ. കാരണം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാകും, ഈ നേരത്തൊക്കെ അമ്മ എവിടെ പോയിരുന്നു എന്ന്. കർത്താവ് അതുകൊണ്ടാണ് മനഃപൂർവ്വം അമ്മയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാണ് സംസാരിക്കുന്നത്. Missing of a mother is evident in this parable. അമ്മയെ കർത്താവ് മാറ്റി നിർത്തുന്നു. 3 ആണുങ്ങൾ ചേർന്ന് നടത്തുന്ന ഫൈറ്റാണ് ഈ ഉപമയുടെ ഇതിവൃത്ത കഥാവസ്ഥ.
ഈ പ്രിയപ്പെട്ട പുത്രൻ ജീവിതം എന്താണെന്ന് ചോദിക്കേണ്ട പ്രായത്തിലല്ല ചോദിച്ചത്. 12 വയസ്സിന് മുമ്പ് ശീലങ്ങൾ വളർത്താനുള്ള പ്രായമാണ്. 5 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ, അതായത് 1ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിനും ഇടയിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ജീവിതത്തെക്കുറിച്ച് നിർവചിക്കണം എന്നാണ് പറയുന്നത്. ഈ പ്രായത്തിനകത്ത് ആവർത്തിച്ച് ചെയ്യുന്ന ശീലങ്ങൾ 13 വയസ്സാകുമ്പോൾ സ്വഭാവമായി മാറും. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു സിദ്ധിയാണ്. വെളുപ്പാൻ രാവിലെ കൃത്യം 5 മണിക്ക് ഉണർന്ന് ശൗചകൃത്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് വന്ന് ദൈവവചനത്തിൽ ഒന്ന് വായിച്ച് ഒരല്പം ധ്യാനിച്ച് ചെറു പ്രാർത്ഥനയെങ്കിലും നടത്തി പ്രഭാതം പ്രസന്നമാക്കി തീർക്കുന്ന ഒരു കുട്ടി, ആ ശീലം 12 വർഷം തുടർന്നാൽ 13ാം വയസ്സാകുമ്പോൾ തലേ ദിവസം ഉറങ്ങിയത് 3 മണിക്കാണെങ്കിലും 5 മണിക്കാകുമ്പോൾ താനെ അവന്റെ ക്ലോക്ക് കൊണ്ട് അവനെ ഉണർത്തി എഴുന്നേൽപ്പിക്കും. ശീലം സ്വഭാവമായി മാറും. ഉറക്കത്തിന്റെ കറക്കത്തിലാണെങ്കിലും ശ്രദ്ധിച്ചല്ലെങ്കിലും വേറെ പുസ്തകത്തിന്റെ അരികിൽ ചെന്ന് ഒന്നിരിക്കും, വായിക്കും. ബാത്റൂമിൽ ചെന്നിരുന്ന് ഉറങ്ങിയാലും ആ കറക്കത്തിനിടയിൽ ആ ശീലിച്ചതെല്ലാം സ്വഭാവമായി മാറിയതുകൊണ്ട് താനെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. 12 വയസ്സ് വരെ ശീലമാകാത്തതൊന്നും 13 വയസ്സ് മുതൽ സ്വഭാവമായി മാറാറില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ കുളിക്കാത്ത കുട്ടി ശീലമില്ലാത്തത് കൊണ്ട് കോളേജിലെത്തിയ പ്രായമായാൽ പോലും അടുത്തുകൂടി നടക്കാൻ പോലും കഴിയാത്ത ദുർഗന്ധമായി ശീലം സ്വഭാവമാകാത്തതുകൊണ്ടാണ്. ധരിക്കുന്ന വസ്ത്രം പകൽ മുഴുവൻ തിമിർത്താടി മുഷിഞ്ഞു നാറി വീട്ടിൽ ചെന്ന് അത് ഉരുട്ടി പന്ത് പോലെ മുമ്പിലേക്ക് വയ്ക്കും. ഒരാഴ്ച ഉപയോഗിച്ചത് ഉപേക്ഷിച്ച ശേഷം തിങ്കളാഴ്ച അലക്കാതെ ഇതിൽ നിന്നും മണം പിടിച്ചു നോക്കും നായ്ക്കളെ പോലെ ഏറ്റവും കുറച്ച് നാറ്റം വമിക്കുന്ന ഒരു ഉരുള കുടഞ്ഞ് പുറത്തെടുത്ത് അതിനെ ചാർത്തി വരാറുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ശീലമാകാത്തതുകൊണ്ടാണ്. വസ്ത്രം കഴുകാനും തേച്ച് ഉപയോഗിക്കാനും ശീലിക്കേണ്ടത് 12 വയസ്സിന് മുമ്പാണ്. വൈദ്യുതി എങ്ങനെ പ്രയോഗിക്കണമെന്ന് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുകയും ആ സമയത്ത് വേണം. മുതിർന്നവരെ ആദരിക്കാൻ, വേദപുസ്തകം കൊണ്ടുവന്ന് ദൈവാലയത്തിൽ സംബന്ധിക്കാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന ശീലം വളരേണ്ടത് 12 വയസ്സിന് മുമ്പാണ്. മുടങ്ങാതെ സൺഡേ സ്കൂളിൽ വരേണ്ടത് 12 വയസ്സിന് മുമ്പാണ് ശീലമാകണം എങ്കിൽ. നല്ല ശീലമാകേണ്ട സമയത്ത് ഇതിനൊന്നും സമയമില്ല. ഇവരുടെ തല മാത്രം വളരണം എന്ന് നമ്മൾ തിരികയറ്റി ഈ കുട്ടിയെ ഈ പ്രായത്തിൽ അതിനുവേണ്ടി മാത്രം വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുമ്പോൾ 13 വയസ്സ് കഴിയുമ്പോൾ അവന്റെ സ്വഭാവം നിന്ന് മാറും. അതുകൊണ്ട് 12 വയസ്സിന് മുമ്പ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പ്രാവീണ്യമുള്ളവരാകേണ്ടത്. അവരാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ളത്. ഈ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെ വളം വയ്ക്കുന്നു, ഏത് സാഹചര്യങ്ങളിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കുന്നു പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആയതിനു ശേഷമാണ് 12 വയസ്സിന് ശേഷം അവൻ ജീവിതത്തെ കുറിച്ച് നിർവചിച്ചത്. ഈ 13 വയസ്സ് മുതൽ ടീനേജ് തുടങ്ങുകയാണ്. ടീനേജ് തുടങ്ങുമ്പോൾ 12 വയസ്സ് വരെ ഇല്ലാത്ത ചിലത് 13 മുതൽ വളരാൻ തുടങ്ങും. 13 വയസ്സ് മുതലാണ് വൈകാരിക വിക്ഷോഭങ്ങൾ തീവ്രമായി മാറും. ഓപ്പോസിറ്റ് സെക്സ് കാണുമ്പോൾ ആവേശവും പ്രേമവും ഒക്കെ മുളച്ചു വരുന്നത് ശക്തമാകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സമയം ചുരുങ്ങിയതുകൊണ്ട് കുറച്ച് വേഗത്തിൽ പറയുകയാണ്. ഒരു ഗ്രൗണ്ടിൽ 2 ടീമുകളായി ഫുട്ബോൾ കളിക്കുകയാണ് കുട്ടികൾ.
കുട്ടികൾ. 12 വയസ്സിന് താഴെ പ്രായമുള്ള ആൺ പെണ്ണും ഇപ്പുറത്ത് നിന്ന് കളിക്കാൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക. അവർ ഒരുമിച്ച് കളിക്കുന്നതിനിടയിൽ ആൺകുട്ടികളെ പ്രത്യേക ടീമും പെൺകുട്ടികളെ പ്രത്യേകമായി ടീമും നിർത്തി കളിച്ചാൽ ഓരോ ഗോളടിക്കുമ്പോഴും പരസ്പരം കൈകോർത്ത് പിടിച്ച് കൂടി ബഹളം വെച്ച് സന്തോഷിക്കുന്നത് നമ്മൾ കാണും. അത് കഴിഞ്ഞ് 12 വയസ്സിന് മേൽ 13 മുതൽ പ്രായമുള്ള ആൺകുട്ടികളെ 19 വയസ്സ് വരെയുള്ള ആളുകളെ ഒരുമിച്ച് 2 ടീമായി, ഇപ്പുറത്തെ പെൺകുട്ടികളെ 2 ടീമായി കളിപ്പിക്കുന്നു സങ്കല്പിക്കുക. ഓരോ ഗോളടിക്കുന്നതിനിടയിൽ വിജയം സന്തോഷത്തോടെ ആഘോഷിക്കാൻ ഇപ്പുറത്ത് നിന്ന് സന്തോഷിക്കുന്ന ആളുകൾ അപ്പുറത്ത് നോക്കി സന്തോഷിക്കുകയും അപ്പുറത്തേക്കുന്ന കുട്ടികൾ ഗോളടിക്കുമ്പോൾ ഇപ്പുറത്ത് സന്തോഷിക്കുകയും നോക്കി സന്തോഷിക്കുകയും ചെയ്യും. ഇത് സ്വാഭാവികമാണ്. അപ്പോൾ കുട്ടി അയ്യോ നീ ഇല്ലാത്ത അപരാധം ചെയ്തു എന്നല്ല പറയേണ്ടത്. ഇപ്പോഴാണ്, ഈ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ശരിയായ ഉപദേശം ചെല്ലേണ്ടത്. അപ്പോഴാണ് രക്ഷകർത്താക്കൾ പറയേണ്ടത്, മക്കളെ ഈ പ്രായത്തിൽ ഇതൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. എനിക്ക് ഈ അസുഖം ഉണ്ടായി എന്ന് പറയണം. ഈ പ്രായത്തിൽ സാധാരണ ഇത് ഉണ്ടായില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. എനിക്ക് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുകയും വേറെ പുസ്തകം പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മക്കളെ ഈ വിചാരങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെയൊക്കെ കടിഞ്ഞാണ് പോലെ നിയന്ത്രിച്ച് മര്യാദയോടെ ജീവിക്കണമെന്ന പാഠം ലഭിച്ചു. പ്രാർത്ഥനയിലൂടെ ഈ സ്വഭാവങ്ങളൊക്കെ സംസ്കരിച്ചു. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും എൻ്റെ മോളെ ഇതുവരെ ഞാൻ ജീവിച്ചു പോയത്. ഈ ഉപദേശമാണ് ഈ പ്രായത്തിൽ ഉണ്ടാകേണ്ടത്. ഈ വേദപുസ്തകത്തിൽ ഈ പുത്രന് അങ്ങനെയുള്ള ശീലമൊന്നും ലഭിച്ചില്ല. സൗഭാഗ്യം ജീവിതത്തിൽ അവനെ അനുഭവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. അങ്ങനെ വീട് വിട്ട് അവൻ പുറത്തുപോയി. ഈ യൗവനത്തിൽ he defined his life as prosperity and lust. ജീവിതം എന്താണ്? ടീനേജിലാണ് അവൻ ജീവിതത്തെ നിർവചിച്ചത്. അപ്പോൾ ജീവിതത്തെ കുറിച്ച് അവൻ വ്യാഖ്യാനിച്ചത്, ജീവിതം ഒരു ഭാഗത്ത് സമ്പൽ സമൃദ്ധിയും മറുവശത്ത് സുഖഭോഗാസക്തിയും ഒന്നിക്കുന്ന ഒന്നാകണം ജീവിതം അർത്ഥമുള്ളതാകണമെങ്കിൽ എന്ന ദുർവ്യാഖ്യാനം. വിചാരങ്ങളൊക്കെ അവന് ഉണർന്നു വരുന്ന പ്രായമായതുകൊണ്ട് അങ്ങനെയേ ചിന്തിക്കാൻ നിർത്തിയുള്ളൂ. അതാണ് വീട് വിട്ടുപോകാൻ, അപ്പന്റെ വെളിച്ചം വരാത്ത സ്ഥലത്തെ ദൂരത്ത് ചെന്ന് ചേരാൻ, അവിടെ ലഭിക്കുന്ന സാമൂഹിക പരിസരം പ്രയോജനകരമായി അവന്റെ യുവത്വത്തിൽ ഉപയോഗിക്കാൻ ജീവിതത്തിൽ തീരുമാനിച്ചു. അങ്ങനെ വീട് വിട്ട് പുറത്തുപോയി. He dreamed for a foreign land. ഇവിടെ വായിക്കുന്നത് അവൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്തു. He kept a distance and lived alone. ഒരു ഏകാന്തതയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു. അപ്പന്റെ ഭവനത്തിൽ നിന്നും അപ്പന്റെ സാന്നിധ്യത്തിൽ നിന്നും അകലം പാലിച്ചു. ഡിസ്റ്റൻസ് ഓഫ് സേഫ് ഫിലോസഫി ഒരു തത്വമാണ്. അകലം സുരക്ഷിതത്വത്തിനു വേണ്ടി ആളുകൾ ആർജിക്കുന്നതാണ്. അവന്റേതായ ലോകം അവൻ പരിപോഷിപ്പിക്കാൻ അവൻ അകലം പാലിച്ചു. അപ്പന്റെ വെളിച്ചത്തിൽ നിന്നും അകലെ മാറി ജീവിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഈ പുത്രൻ വീട് വിട്ടിറങ്ങി ദൂരേക്ക് യാത്രയായി. അവൻ എങ്ങനെ ജീവിച്ചു, ജീവിതത്തെ കുറിച്ച് എന്ത് കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് അറിയാൻ ജ്യേഷ്ഠൻ പറയുന്ന ഒറ്റ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീകളുമായി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ. അപ്പനോട് മൂത്തപുത്രൻ ധൂർത്തപുത്രനെ കുറിച്ച് വിശദീകരിക്കുന്ന ചിത്രം ഇതാണ്. അവൻ നയിച്ച ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഈ ഒറ്റ വാചകത്തിൽ നമുക്ക്
മനസ്സിലാകും. അവൻ പറയുന്നത്, സ്ത്രീകളുമായി നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ എങ്ങനെയാണ് അവൻ ജീവിച്ചത്? ഈ ഒറ്റ വാചകത്തിൽ നിന്ന് വ്യക്തമാണ്. ഇതാണ് അവൻ നിർവഹിച്ച ജീവിതം. 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ പാർക്കുന്ന യുവ സമൂഹം ജീവിതത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഏതാണ്ട് ഈ പരുവത്തിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് എനിക്ക് വിചാരം. ഇന്ന് പഴയ കേരളമല്ലേ? ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊറോണ വന്ന് ഗ്രസിച്ച ലോകത്തിനപ്പുറം ഇവിടെ കൊറോണയുടെ ബാധകളൊക്കെ പല ഉപജീവന മേഖലകളിൽ ഉണ്ടായി തരിപ്പുണമായി എന്നതൊരു സത്യം. ജോലി ചെയ്യാതെ ജീവിക്കാൻ എങ്ങനെ കഴിയുന്നതിന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളീയർ. അതുകൊണ്ട് ബംഗാളിൽ നിന്ന് യുവാക്കൾ പള്ളിക്കുളത്തൊന്നും പോകാതെ ഗൾഫിലേക്ക് യാത്ര ചെയ്യുന്നു. ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ട്രെയിന് വന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. ആളുകൾ ടിക്കറ്റ് എടുത്തോ ഇല്ലയോ എന്ന് അറിയില്ല. AC-യിലല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ ആ വഴിക്ക് ഉള്ള ട്രെയിനുകളൊന്നും കയറി വരാൻ സാധിക്കാത്തത് ഈ ആളുകളുടെ നിറഞ്ഞ യാത്രയിലോട്ട് ചട്ടി, കലം, വട്ടി എല്ലാം ചേർത്ത് കുട്ടി കുറുമാലും ഒക്കെ ആയിട്ടാണ് സഞ്ചാരം. കാരണം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമോ എന്നറിയില്ല. ടിക്കറ്റ് ഇല്ലാതെ വരാം വേണമെങ്കിൽ. 2, ഇറക്കി വിട്ടാലും നഷ്ടമില്ല. കാരണം ചെല്ലുന്നിടം സാമ്രാജ്യം, അവിടെ തന്നെ ജോലി ചെയ്യാം. വാർത്തയിൽ നാം വായിച്ചു 300-350 അവിടെ കൂലി, കേരളത്തിൽ 1200-ഓളം ഇവിടെ കൂലി സാധാരണ ഡെയിലി 3-4 ഇരട്ടി. അവരെ കുറ്റം പറയുകയല്ല ഞാൻ. അവരിലൂടെ വന്നത് ഒരു പുതിയ സംസ്കാരമാണ്. ഒരു ഉരുളക്കിഴങ്ങും ഒരു വലിയ ഉള്ളിയും ഒരു തലക്കെട്ടും ഉണ്ടെങ്കിൽ ഒറ്റ നേരത്തെ ഭക്ഷണം കഴിച്ച് കഠിന ജോലിയും ചെയ്യാൻ തയ്യാറാണ്. ഒപ്പം ഒരു ബാഗ് നുള്ളി അപ്പോഴായിട്ട് നാക്കിനകത്തിട്ട വീര്യവും ശൗര്യവും വന്നും കൊണ്ടു. ഇത് കണ്ടപ്പോ MD MA വരെ കേരളത്തിൽ ഇന്ന് സുലഭം. കോളേജുകളിൽ, സ്കൂളുകളിൽ അധ്യാപകർക്കറിയാം പണ്ട് ദേഷ്യം വന്നാലെങ്കിലും ഒന്ന് ശകാരിക്കാമായിരുന്നു. എന്ന് സൂക്ഷിച്ച് ശകാരിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ കൈയേറ്റത്തിന് ചിലപ്പോൾ വിധേയപ്പെടേണ്ടി വന്ന ഗതികേടിലാണ് അധ്യാപകർ പോലും. കാരണം അവനെ നിയന്ത്രിക്കുന്നത് അവന്റെ ബോധമല്ല, അവന്റെ വികാരമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ലോകം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഈ പുത്രൻ ചെന്നു ചേർന്ന സ്ഥലത്ത് അവൻ പണം കൊടുത്താൽ സന്തോഷം കിട്ടും എന്ന് ചിന്തിച്ച് ഈ ചെറുപ്പക്കാരൻ വാങ്ങിക്കൂട്ടി സന്തോഷം. കേരളത്തിൽ നിന്നാകെ ഒറ്റ ക്യൂവിൽ മാത്രമേ കൂടുതൽ ആളുകൾ നിൽക്കുന്നത് കാണാൻ കഴിയൂ. ബിവറേജസ് കോർപ്പറേഷന്റെ ക്യൂവിലാണ്. നല്ല വലിയൊരു പേരിൽ പകൽ മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന 1000-1200 രൂപയും കൊണ്ട് തന്റെ 3-4 പിള്ളേരും വാർദ്ധക്യമുള്ള രക്ഷകർത്താക്കളും പ്രിയപ്പെട്ട ഭാര്യയും അവനും ഒക്കെ കഴിക്കാനായി 100-300 രൂപ വീട്ടിൽ കൊടുക്കും. ആ തുക കൊണ്ട് പള്ളിയിലെ കാണിക്കണം, അടുത്ത വീട്ടിലെ കല്യാണത്തിന് പോകണം, മാസത്തിൽ കൊടുക്കണം, എന്തൊക്കെ വേണോ അതെല്ലാം ചെയ്യാം. അവന്റെ കയ്യിലുള്ള ബാക്കി അവശേഷിച്ച 10-700 രൂപയും തിരികെ വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ തിന്ന് ഏതാണ്ട് 100-300 ചെയ്യും. വേണം താഴെ അവശേഷിക്കുന്ന 400 രൂപ കൊണ്ട് വൈകുന്നേരമാവും പല ചെറുപ്പക്കാരും പല്ല് തേക്കുന്നത്. കാരണം രാവിലെ ബോധം കാണത്തില്ല, തലയിൽ കിക്ക് മാറത്തില്ല. വൈകുന്നേരം ചെന്ന് ബോധം തെളിയുമ്പോൾ അടുത്ത ബോധം വരാനുള്ള മയക്കുമരുന്നിന് വേണ്ടി വരിയിൽ നിൽക്കുകയാണ്. ആ വരിയിൽ നിൽക്കുന്ന ആകാംക്ഷ കാണുമ്പോൾ ബസ്സിൽ അടുത്ത് നിൽക്കുന്ന റോഡിലൂടെ നമ്മൾ ബസ്സിൽ നോക്കിയാൽ നമുക്ക് തോന്നും
പാവം 2 രൂപയ്ക്ക് 1 കിലോ അരി വെച്ച് കൊടുക്കുന്ന റേഷൻ അരി കൊടുക്കുന്ന സ്ഥലമാണ് ഈ പാവം ക്യൂവിൽ വളരെ ആവേശത്തോടെ അരി വാങ്ങി പിള്ളേരെ വളർത്താൻ വേണ്ടി നിൽക്കുന്നത് എന്ന്. അരി വാങ്ങാൻ ആ വരിയിൽ നിൽക്കേണ്ടി വന്നാൽ നിൽക്കുന്നത് അപമാനം. അവിടെ പോകുന്നില്ല, ഇവിടെ നിൽക്കുന്നത് ബഹുമാനം. ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ അങ്ങ് നിന്ന് ഓരോ ബ്രാൻഡ് എടുത്ത് മുമ്പേ വയ്ക്കുമ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ഉമിനീരിളകുന്നതനുസരിച്ച് വയറ് നിറച്ച് ഉമിനീര് ഇറക്കി അങ്ങനെ എത്തിച്ചേ അടുത്ത കുപ്പിയെടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് വാങ്ങും. മുണ്ടാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ ഇതിനെ ഉടുത്തിരിക്കുന്നത് ഒന്ന് ലൂസാക്കി കൊടുക്കും. കാരണം ഈ കുപ്പി മുമ്പിലൂടെ കൂടെ ഇറക്കി വെക്കാൻ വേണ്ടിയാണ്. ഇതിനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് അസ്ഥാനത്ത് അടി കിട്ടിയതുപോലെ കാല് വീശി നടത്തിയിരിക്കും. ഒരുത്തൻ പോകുമ്പോ ദൂരെ നോക്കി നിൽക്കുന്ന വാനരന്മാരെല്ലാം ക്യൂ ആയി പിന്നാലെ പോകും. ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് ഈ കുപ്പിക്കകത്തിരിക്കുന്ന സന്തോഷം അകത്താക്കുന്നത് വരെ ഇവരുടെ സ്വസ്ഥതയും കാണുന്നില്ല. ഈ കുപ്പിക്കുള്ളിലുള്ള സന്തോഷം അകത്ത് കയറ്റുന്നതോ എന്ത് കഷ്ടപ്പെട്ടാണ് എന്ന മുഖഭാവമൊക്കെ ഫിലിമിലെങ്കിലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആരുടെയോ മൂത്രം ഇങ്ങനെ കുടിപ്പിക്കുന്നത് പോലെ ഇഷ്ടമില്ലാത്തൊരു സാധനം അകത്താക്കാൻ ആണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. കുറച്ചു നേരമെങ്കിലും ഇത് അകത്ത് കിടക്കണം എന്ന ചിന്തയിലാണ് തൊട്ട് ചിലതൊക്കെ നക്കിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. എന്ത് പാടുപെട്ടാണ് ഈ സന്തോഷം കിട്ടാൻ ഈ സാമഗ്രി അകത്താക്കുന്നത്. ഇതൊക്കെ അകത്താക്കി കിട്ടിയാൽ പിന്നെ ഒരു ജോലിയുള്ളൂ. വീട്ടിൽ ചെല്ലുക, വീട്ടിൽ സമാധാനത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്ന സകലരെയും അടിച്ച് പുറത്താക്കുക, സന്തോഷിക്കുക. ഈ ലൗകിക സന്തോഷങ്ങളുടെ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. ഇതാണ് ലൗകിക സന്തോഷങ്ങളുടെ കുഴപ്പം. ഈ പുത്രൻ ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പോയ അതുകൊണ്ടാണ്. ഒന്നിച്ച് സന്തോഷിക്കണമെങ്കിൽ ആത്മാവിന്റെ സന്തോഷമാണ്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, ആത്മാവിന്റെ ഫലം. ഗലാത്യർ 5:22 നമ്മൾ വായിക്കാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നിങ്ങനെ നവരസങ്ങൾ അടങ്ങിയ ഒരു ഫലം. പരിശുദ്ധാത്മാവിന് എത്ര ഫലമുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റിച്ച് പറയും 9. നിങ്ങൾ പറയാതിരിക്കാനാണ് ഞാൻ നേരത്തെ വേഗത്തിലായി പറഞ്ഞു പോയി നിങ്ങളൊക്കെ. ഗലാത്യർ 5:22 ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു ഫലത്തെ കുറിച്ചാണ്. സംശയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. ആത്മാവിന്റെ ഫലമോ ഫലങ്ങളോ എന്ന് എഴുതിയിട്ടില്ല. ഗ്രീക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കർപ്പോസ് എന്നാണ്. കർപ്പോസ് സിംഗുലർ, കർപ്പോയി എന്ന പ്ലൂറൽ അല്ല. മലയാളത്തിലും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും തമിഴിലും എല്ലാം ശരിയായിട്ടാണ് വേദപുസ്തകത്തിൽ ഭാഷാന്തരം ചെയ്തിട്ടുള്ളത്. ആത്മാവിന്റെ ഫലനം തമിഴ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് എന്ന സിംഗുലർ ഇംഗ്ലീഷ്. പരിശുദ്ധാത്മാവിന് ഒരു ഫലമേ ഉള്ളൂ, പക്ഷേ 9 രസങ്ങൾ ആ ഫലത്തിലുണ്ട്. ഓറഞ്ചിനെ പോലെ ചില ആളുകളുടെ ഉദാഹരിക്കാറ്. അതിലൊന്നാണ് സ്നേഹം. ഈ ഫലം ഇതിനു വേണ്ടിയുള്ളതാണ്. മറ്റുള്ളവർക്ക് നൽകാനുള്ളതാണ്. ഒരു വൃക്ഷം എന്ന് വളർന്ന് പൂർത്തിയായി എന്നതിന്റെ ലക്ഷണമാണ് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയതോടെ കാണുന്നത്. ക്രിസ്തീയ വിശ്വാസി വളരാത്തത് കൊണ്ടാണ് ഫലമൊന്നും പുറപ്പെടുവിക്കാത്തത്. കറക്റ്റായിട്ട് വളർച്ച നേടിയാൽ ഫലം പുറപ്പെടുവിക്കാതിരിക്കുക അസാധ്യമാണ്. സ്നേഹം സ്നേഹിക്കാത്തവനും നൽകാൻ കഴിയുമ്പോഴാണ് ഫലദായകമായ ഒരു ജീവിതം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് പറയാൻ കഴിയുക.
ഈ ഫലം മറ്റുള്ളവർക്ക് പുറപ്പെടുവിക്കുന്നതാണ്. ഒരു സസ്യവും സ്വയം ഫലത്തെ വിഴുങ്ങിക്കളയുന്നതായി നമ്മൾ കാണാറില്ല. കാലാവസ്ഥ മോശമായാലും ഉൽപ്പാദിപ്പിച്ച ഫലത്തെ ഒരു വൃക്ഷവും ചൂസ് ചെയ്ത് അതിനെ പിഴിഞ്ഞ് കുടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഫലം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനായി ഉള്ളതാണ്. സ്നേഹം മറ്റുള്ളവർക്ക് നൽകാനുള്ളതാണ്. സന്തോഷം കൊടുക്കാനുള്ളതാണ്. സമാധാനം നൽകാനുള്ളതാണ്. ദയ, പരോപകാരം എന്ത് തന്നാലും ആത്മാവിന്റെ സ്വാദിൽ അടങ്ങിയിരിക്കുന്ന നവരസങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത്. മാത്രമല്ല, രസകരമായ മറ്റൊരു വസ്തുത, ഈ ഫലത്തിൽ ഒരെണ്ണത്തിനും വേണമെങ്കിൽ കാശിന്റെ ചെലവില്ലാതെ കൊടുക്കാൻ കഴിയുന്നതാണ്. സ്നേഹിക്കാൻ പണം പ്രേമിക്കുന്ന ആളുകൾക്കാണ് ചെലവുള്ളത്. കോളേജിൽ ഞങ്ങൾ കാണുന്നതാണ്. മര്യാദയോട് നിർവ്യാജമായ സ്നേഹം നൽകുന്ന മനുഷ്യർക്ക് പണം വേണം എന്ന് നിർബന്ധമില്ല. പണത്തിന്റെ ആവശ്യം ചിലപ്പോൾ വന്നേക്കുമെങ്കിലും ഇത് നൽകാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്. കർത്താവിനൊക്കെ കൊടുക്കാൻ വേണ്ടി കുടുംബങ്ങളായി നമ്മെ നിലനിർത്തിയിരിക്കുകയാണ്. സ്നേഹം ഷെയർ ചെയ്യാനുള്ളതാണ്, സന്തോഷം കൊടുക്കാനുള്ളതാണ്, സമാധാനം നൽകാനുള്ളതാണ്. ഇതൊക്കെ സൗജന്യമായി കർത്താവ് തന്നത് സൗജന്യമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. സ്നേഹം കർത്താവ് തന്നിട്ടും ചാകുന്നതിനിടയിൽ ഒരിക്കൽ കൂടെ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് സ്നേഹത്തോടെ ഇടപെടാതെ ചാവാൻ വേണ്ടിയായിരിക്കുന്ന മനുഷ്യനോട് സന്തോഷിക്കാൻ കർത്താവ് സൗജന്യമായി തന്ന സ്നേഹത്തെയും സന്തോഷത്തെയും പങ്കിട്ട് അനുഭവിക്കാൻ കഴിയാതെ മരണം വരെയും മസിൽ പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. സമാധാനം കൊടുക്കാനുള്ളതാണ്. പക്ഷെ ചാകുന്നതുവരെ ഒരു മനുഷ്യനും സമാധാനം കൊടുക്കാത്ത മനുഷ്യനും. ഇതൊന്നും തന്നത് കൊടുക്കാതെ വെച്ചിട്ടാണ് പല ആളുകളും പറയാറുള്ളത്, കർത്താവെ വീണ്ടും താഴെ. തന്നതിൽ വിശ്വസ്തരായാലേ കർത്താവ് അധികത്തിൽ വിചാരകരാക്കൂ എന്ന് സമവാക്യം വേദപുസ്തകം നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. സൗജന്യമായി കൊടുത്തത് പലതും കൊടുക്കാതെ വെച്ച് അഴുകി ഇല്ലാതായിട്ട് ചാക്കയിൽ വർഷങ്ങൾക്ക് നെട്ടിട്ടുണ്ട്. കൊടുക്കാത്തത് കൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും പലർക്കും ഒരു ചുക്കും തരാതെ പോയത്. ഈ വേദപുസ്തകത്തിൽ ഈ പുത്രന്റെ കുഴപ്പം ഇതെല്ലാം കൊടുക്കാനുള്ളതല്ല, അവന് എടുക്കാനുള്ളതാണെന്നാണ് സ്വാർത്ഥനായി ചിന്തിച്ചത്. ഈ മകന്റെ പ്രശ്നം ഇതറിയായി. He was not ready to share his own happiness, his agape love. അവന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉള്ളതല്ല, എനിക്ക് എടുക്കാനുള്ളതാണ്. സ്വാർത്ഥൻ. അങ്ങനെ ഈ പുത്രൻ he purchased happiness. കാശ് കൊടുത്തു, സന്തോഷമാണ്. പക്ഷെ അവൻ അറിഞ്ഞില്ല, ഈ ലൗകിക സന്തോഷങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ തികയാതെ വരുമെന്നും അത് ക്ഷാമത്തിലേക്ക് നയിക്കുമെന്നും. ആ ദേശത്തിൽ തമിഴിൽ എഴുതിയിരിക്കുന്ന കൊടിയ പഞ്ഞമുണ്ടായിട്ട് എന്നാണ്, കഠിന ക്ഷാമമുണ്ടായി എന്ന് മലയാളം. അനുദിന ജീവിതത്തിൽ ജീവസന്ധാരണത്തിന് ആവശ്യമുള്ളത് പോലും കിട്ടാത്ത നിവൃത്തികേട് അവൻ എല്ലാം കൊടുക്കുന്ന ഊറ്റൊഴുകിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ച് തെരഞ്ഞെടുത്ത് സന്തോഷിക്കാൻ വഴിയുണ്ട് എന്ന് ചിന്തിച്ച് ചെന്നു ചേർന്ന സ്ഥലത്തെ അഭയം നൽകിയ ആ ഭൂമി ക്ഷാമം കൊണ്ട് നിറഞ്ഞു. ഊറ്റുകളെല്ലാം പറ്റി വരണ്ടു. അവർ നിറയെ നൽകിയ അകടുകളെല്ലാം ഉണങ്ങിപ്പോയി. ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. വീണ്ടും ഞാൻ മനഃശാസ്ത്രത്തെ കൂടെ വിളിക്കുകയാണ്. ഈ ക്ഷാമം എന്ന് പറയുന്നത് എന്താ? കിട്ടുന്നത് കൊണ്ട് തികയാത്ത അവസ്ഥ.
ഇതാണല്ലോ ക്ഷാമം. ഇതിനെ മനഃശാസ്ത്രത്തിൽ പറയുന്ന ഒരു പദം ഓമന പേരിട്ട് വിളിക്കും ആസക്തി എന്നാണ്. കിട്ടുന്നത് കൊണ്ട് തികയില്ല. ഇതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. ഇതിനോടൊക്കെ കൂട്ടുപിടിച്ച് പറയുന്ന കുറെ പദങ്ങളുണ്ട്. അനാസക്തി, സുഖഭോഗാസക്തി, ലൈംഗികാസക്തി, ഇതെല്ലാം ആസക്തിയാണ്. കിട്ടുന്നത് കൊണ്ട് തികയില്ല. ഇതാണ് ആസക്തി. ഇവന് പറ്റിയ കുഴപ്പം ഇതായിരുന്നു. കിട്ടുന്നത് കൊണ്ട് തികയില്ല. ഒരു കാലത്ത് ലഭിച്ചുകൊണ്ടിരുന്നു, പണമുണ്ടായിരുന്നു, അത് ചെലവാക്കി സന്തോഷിച്ചു. എന്നാൽ നിത്യമായ സന്തോഷവും അത് നൽകുന്ന ദൈവവും അവൻ അസ്ഥാനത്തായി. അപ്പന്റെ നിർദ്ദേശം നിർദ്ദയം അവൻ പാലിക്കാതായി. ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിലെ ഭക്ഷണമേശയിൽ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് കൂടി ഞാൻ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാം. മനുഷ്യൻ ജനിക്കുമ്പോഴേ അവന് വളർന്നു തുടങ്ങുന്നതാണ് ഇമോഷണൽ കോഷൻസ്. 13 അത് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ തീവ്രമായി വൈകാരിക വിക്ഷോഭമായി വളർന്നു തുടങ്ങും. ഏതാണ്ട് 21-22 വരെ ഗുപ്തമായിരിക്കുന്ന ഒരു കോഷൻസ് വളർന്നു തുടങ്ങുന്നത് 22 ആരംഭിക്കുന്നത് മുതലാണ്. 22 വയസ്സാകുമ്പോൾ റാഷണൽ കോഷൻസ് ശക്തമാകാൻ തുടങ്ങും. അപ്പോഴാണ് വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത്. പല കുട്ടികളും കോളേജിൽ വന്നിട്ട് 21 തികയുന്നതിന് മുമ്പേ തീരുമാനമെടുക്കും. ട്രോഫിയൊക്കെ നേടുമ്പോഴാണ് 22 ആകുന്നത്. അപ്പോ ഒന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലാതാണ്. വഴിയെ കണ്ടവൻ ചിരിച്ചു കാണിച്ചു, കൂടെ പോയി. ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് അബദ്ധത്തിലായി. കാരണം വികാരം ത്രസിച്ചു നിന്നു. ഉണ്ടാകേണ്ട സാധനം ഉണ്ടായതിനു ശേഷമാണ് 22 കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ആവശ്യം ഈ പ്രായത്തിൽ മുമ്പുള്ള കുട്ടികളെ ഉപദേശിക്കാൻ രക്ഷകർത്താക്കളും പ്രിയപ്പെട്ടവരും വേണം ആ പ്രായത്തിൽ എന്ന് പറയാറുണ്ട്. രക്ഷകർത്താക്കൾക്ക് ഇന്നത്തെ കുട്ടികളെ പോലെ നീളം ഡിഗ്രികൾ കുറവായിരിക്കും. വലിയ വിദ്യാഭ്യാസം ചിലപ്പോൾ അവർക്ക് അഭാവത്തിലാണ്. എന്നാൽ അവരൊരു പരീക്ഷയിൽ 100ക്ക് 100 മാർക്ക് നേടിയവരാണ്. റാഷണൽ കോഷൻസ്. 22 വയസ്സ് കഴിഞ്ഞ് ജീവിതത്തിൽ അനുഭവം കൊണ്ടും പാഠം കൊണ്ടും ഒരുപാട് ഡിഗ്രികൾ നേടിയതിനപ്പുറം ജ്ഞാനം സമ്പാദിച്ചവരാണ്. അതുകൊണ്ടാണ് അവിവേകത്തോടെ അബദ്ധങ്ങളിൽ കുട്ടികൾ ചാടുന്നതിന് മുമ്പേ മാതാപിതാക്കൾ പറയുന്നത് ഇത് അപകടം, ഈ പോക്ക് എന്ന് ഉപദേശിക്കാൻ കഴിയുന്നത് അവർക്ക് അനുഭവത്തിൽ നിന്ന് ആർജിച്ച ജ്ഞാനവും ഡിഗ്രിയും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ 21 വയസ്സിന് മുമ്പ് കുട്ടികൾ പറയും, പഴഞ്ചൻ, ഒരു ചുക്കും ഈ ലോകത്തെ കൊണ്ട് അറിയില്ല. നിമിജൻ, ആളുകൾക്ക് ഈ ആളുകളെ ഇഷ്ടമല്ല. പുതിയ കാലഘട്ടത്തിൽ ചില ഓമന പദങ്ങളുണ്ട് ഈ കുട്ടികളെ കുറിച്ച് പറയാൻ. ഈ പുത്രൻ ഇതെല്ലാം പറ്റിയ ആളുകളാണ്. ഈ പുത്രൻ അവൻ തന്നെ സ്വയം ജീവിക്കാൻ ശ്രമിച്ചോളൂ. ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് പരിഭ്രമിക്കുന്നത് ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ഞാൻ മാത്രം. എന്റെ തീരുമാനം ഞാൻ തീരുമാനിക്കും. എനിക്ക് അറിയാം. എന്തോന്നറിയാം? ഒരു ചുക്കും അറിയത്തില്ല, എങ്കിലും അറിയാം എന്ന് തോന്നൽ. 22 വയസ്സ് മുതൽ ആരംഭിക്കുന്ന ഒരു പുതിയ വളർച്ച. ഈ ഫ്രോണ്ടൽ ലോബ് അറിയുന്നവർക്കറിയാമല്ലോ. ഈ വാക്വമായിട്ടുള്ള ഫ്രോണ്ടൽ ലോബ് തലച്ചോറിൽ കുത്തി നിറയുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോഴാണ് വിവേകത്തോടെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനുള്ള അവസരമുള്ളത്. ഈ പുത്രന് അതൊക്കെ വളർന്നു തുടങ്ങുന്നതിന് മുമ്പേ തെറ്റിപ്പോയി. അങ്ങനെ
ഈ പ്രായത്തിൽ നന്നാകുന്നത് ദൈവത്തിന്റെ കാര്യം കണ്ടിനെ പോലെ ചില ആളുകൾക്ക് മാത്രം അനുഭവിച്ച് ദൈവങ്ങളുണ്ടാകും. ഈ പ്രിയപ്പെട്ട പുത്രൻ ഞാൻ അവരെ നിർത്താൻ എത്തിച്ചേർ. ഈ പ്രിയപ്പെട്ട പുത്രൻ അങ്ങനെ വഴിതെറ്റി സഞ്ചരിച്ച നക്ഷത്രമാണ്. നക്ഷത്രങ്ങൾ വഴിതെറ്റിയാൽ അതിനെ നോക്കി വഴി നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് വഴിതെറ്റും. ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ചില സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചു. ക്ഷാമം നിറഞ്ഞു. ഒടുവിൽ അവൻ പന്നിയുടെ മുമ്പിൽ എത്തിപ്പെട്ടു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. വാളവര അവിടെ നിന്നാണ് പുതിയ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് മലയാളം. നേരത്തെ തമിഴിൽ തവിടെന്നാണ് പരിഭാഷ. വാളവര തവിടല്ല. വാളവ എന്നുള്ളത് നമ്മുടെ നാടൻ വാളി പയറുണ്ടല്ലോ പഴയ അതുപോലുള്ള പയറുവർഗത്തിൽപ്പെട്ട പാലസ്തീനിലെ ഒരു സസ്യമാണ്. ഉഷ്ണകാലത്താണ് ഈ പയർ വളരുന്നത്. 3 സസ്യങ്ങളാണ് ചൂട് കൂടുമ്പോൾ പാലസ്തീനയിൽ വളരാറുള്ളത്. ഒന്ന് വാളവര, മറ്റൊന്ന് പ്രാക്കാഷ്ടം, വേറൊന്ന് വെട്ടുക്കിളി എന്ന് വേദപുസ്തകത്തിൽ സ്നാപകൻ കഴിച്ച ലോക്കസ്റ്റ്. 3 സസ്യങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്ന വാളവര പയറുമാതിരി ഫ്ലഷിയാണ്. 5 മുതൽ 8 വരെയുള്ള ചെറുവിത്തും മാംസളമായ പുറം ചട്ടയും. മുറ്റുമ്പോൾ അതിന്റെ തൊലി പുളി പോലെ ഉടച്ചെടുക്കാൻ സാധ്യമല്ല, ഉരിച്ചെടുക്കാം. ആ തൊലി ഉരിച്ചാൽ ഉൾവശം ആദ്യം മാംസളം ചുവന്ന് കാണും. കടിക്കുമ്പോൾ സ്വാദുണ്ടാകും. കുട്ടികൾ പരസ്പരം എറിഞ്ഞു കളിച്ചിരുന്ന ഈ ഫലത്തെക്കുറിച്ച് ജോസീഫസ് വാർ ഓഫ് ദ ജീവ്സ് എന്ന പുസ്തകത്തിൽ കാര്യമായി എഴുതിയിട്ടുണ്ട്. അതാണ് വാളവര. വാളവര പയർവർഗത്തിൽപ്പെട്ടതാണെങ്കിലും വലിയ പാത്രത്തിൽ ഇട്ട് ചൂടാക്കി കൊടുത്താൽ പന്നി തിന്നോളും. ഇത് ക്ഷാമകാലത്ത് പന്നിക്ക് ക്ഷേമമായി തീറ്റിപ്പോറ്റി മാംസളമാക്കി തീർക്കാൻ, അതിന്റെ ഫ്ലഷിയായി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് വാളവര. അതെങ്കിലും തിന്ന് കിടക്കാനല്ലേ അവൻ ആഗ്രഹിച്ചത്. എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ രസമാണ്. അവൻ തിന്ന് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചു. നമ്മുടെ ചായ മൂന്ന് കണ്ടാൽ എന്തെങ്കിലും ജീവിച്ച് കിടക്കാൻ വേണ്ടി കഴിക്കാനല്ലേ ആഗ്രഹിക്കും. എന്നിട്ട് അപ്പോഴും എവരും വയറ് നിറച്ചിരിക്കണം എന്നാണ് ആഗ്രഹം. ഈ വയറിന്റെ ഒരു കുഴപ്പമില്ല. കണക്കില്ലാതെ തിന്ന് ആവശ്യം വീർത്ത് വലുതായാൽ പിന്നെ ചുരുങ്ങാൻ അദ്ദേഹത്തിന് കാലതാമസം വരും. ഇവന്റെ വീട്ടിൽ വേലക്കാരെല്ലാം തീറ്റ കൊടുത്ത് ഇവനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി വലുതാക്കി വലിയ വയറാക്കി മാറ്റിയതാണ്. മൊബൈൽ അതാണ് കാണുന്നത്. ഇന്ന് ഓപ്പറേഷൻ ഉണ്ട്. ആമാശയത്തെ വെട്ടി മുറിച്ച് ചെറുതാക്കും. അന്ന് ഓപ്പറേഷൻ ഇല്ലാത്ത കാലത്താണ് കർത്താവ് പ്രസംഗിക്കുന്നത്. അങ്ങനെ ഈ കണക്കില്ലാതെ ആമാശയം വലുതായാൽ തിന്ന് വയറ് നിറഞ്ഞുപോയാൽ ഹൈപ്പോതലാമസ് വയറ് സ്കാൻ ചെയ്തിട്ട് പറയും, ഇടം കുറച്ചേ ഉള്ളൂ, തിന്നോ, ഇനിയും തിന്നോ എന്ന്. അങ്ങനെ തിന്ന് വയറ് വലുതായി പോയതാണ് ഈ പുത്രൻ. അതുകൊണ്ട് അവര് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചു, തിന്നാൻ ആഗ്രഹിച്ചു എന്നല്ല പറയും. കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടാതെ വന്നപ്പോ സുബോധം. പല ആളുകളുടെയും നല്ല അധ്യാപകൻ വിശപ്പാണ്. പല മക്കളും നന്നാവാത്തത് വിശക്കാത്തത് കൊണ്ടാണ്. കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ സമ്പാദിച്ച് കെട്ടിപ്പൂട്ടി വെച്ച് കയ്യിൽ കാലം നീട്ടിയിട്ട് തിന്നാൻ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അധ്വാനിച്ചില്ലെങ്കിലും ജീവിക്കാം എന്ന സന്തോഷത്തിന്റെ സുഖലോലതയിൽ അവർ ജീവിക്കുന്നത് കൊണ്ടാണ്. വിശ്വസനം സുഖികളെ നിത്യരാക്കുന്നു എന്ന് ചൊല്ലുന്നില്ല. ഈ പുത്രൻ അങ്ങനെ സുബോധമാണ്. He sensed his nonsensical life. First of all, he decided to take a U-turn. തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇതാണ് മനസ്സാണ്. എന്നെ കാത്തിരിക്കുന്നു, അവൻ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ തിരിച്ചു പോയാൽ
അവൻ സംരക്ഷണം തരുമെന്നും പുതിയ നിർദ്ദേശം അയച്ച് എന്നെ തിരുത്തി അയക്കുമെന്നും വീണ്ടും ജീവിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് ഈ പുത്രൻ അവിടെ വെച്ചുണ്ടായത്. അവൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നിൽക്കുന്ന സ്ഥലത്ത് നേരെ തിരിഞ്ഞു. ഒരു യു-ടേൺ ഉണ്ടായി. He decided to take a U-turn. തിരിഞ്ഞ് പോയിട്ട് അവൻ അപ്പന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പൻ ദൂരത്ത് വെച്ച് അവനെ കണ്ടു. കാരണം അവൻ കാത്തിരിക്കുകയാണ്, സന്തോഷത്തോടെ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ്. ദൂരെ വെച്ച് കണ്ട് അപ്പൻ ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. യഹൂദന് മര്യാദയില്ലാത്ത ഇടപെടലാണ്. പുത്രൻ അപ്പനെ ചുംബിക്കും, അപ്പൻ പുത്രനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് പറയുന്നത് തത്വത്തിലില്ലാത്തതാണ്. എന്നാൽ ഈ പുത്രൻ തിരുത്താനും തിരിച്ചു വരാനും തയ്യാറായതുകൊണ്ട് അപ്പൻ നിലവിട്ട് ഇറങ്ങി വന്ന് he moved with compassion and embraced his sons and he kissed him. അവൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഈ ചുംബനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാപ്പാടം പഠിച്ചിട്ട് വന്നു ഒരു പ്രാർത്ഥന. അവൻ പറഞ്ഞു, അപ്പാ ഞാൻ പാപം ചെയ്തു. He decided to confess himself as a sinner. പാപി എന്നവൻ സമ്മതിക്കാൻ തീരുമാനിച്ചു. അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ പറയുന്നത് എന്താണ്? അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ ആക്കണമേ എന്ന് പറയും എന്ന് അവൻ പറഞ്ഞു എന്നാണ് ഒരു പ്രാർത്ഥന. 3 കാര്യങ്ങൾ പറയാൻ അവൻ തീരുമാനിച്ചാണ് പുറപ്പെടുന്നത്. ഒന്ന്, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കും എന്നവൻ പറഞ്ഞു. 3 കാര്യങ്ങൾ തീരുമാനിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ കവാത്തം നടന്നുപോയി. അപ്പനെ കണ്ടപ്പോൾ 2 പറഞ്ഞോളൂ. അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. 1, 2, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. 3ാമത്തെ പറഞ്ഞില്ല. കാരണം ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഈ പുത്രൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ അപ്പൻ ചാടി വീണ് 2 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ 4 അനുഗ്രഹങ്ങൾ അപ്പൻ തിരികെ ഇരട്ടി തിരികെ കൊടുത്തു. അപ്പൻ പറഞ്ഞു, സ്പീഡായി അപ്പൻ വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കേ. ഇവന്റെ മോതിരം പാസ്റ്റാൻഡ് പോയല്ല, ഇവന്റെ കൈക്ക് മോതിരം ഇടുവിപ്പി, ഇവന്റെ കാലിന് ചെരുപ്പ് ഇടുവിപ്പി. അടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്തി 4 അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇവനോട് കർത്താവ് പറയുന്ന സത്യമില്ല. അങ്കി, ഇറ്റ് എ സിംബൽ ഓഫ് ന്യൂ ലൈഫ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ്. എന്നെ സേവിക്കുന്നവനായി പുരോഹിത രാജകീയ വർഗമായി ഞാൻ തെരഞ്ഞെടുത്തതിൽ ഒന്നാണ് ഇവൻ. ഇവരുടെ പുതുജീവിതം ഞാൻ കാണുന്നു, ചാർത്തുന്നു. 2, ഇവൻ വിലയില്ലാത്തവനെന്ന് ചിന്തിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ അമൂല്യനിധിയായി ഇവനെ ചേർക്കുന്നു. ചേറ്റിൽ ജീവിച്ചതുകൊണ്ട് ചെരുപ്പിന്റെ ആവശ്യം വന്നില്ല. ഏതോ യാത്രയിൽ ചെരുപ്പ് ചെടിയിൽ താങ്ങുപോയി. എന്നാൽ ജീവിതത്തിലെ പരിവരുത്ത പ്രതലങ്ങളിലൂടെ ലക്ഷ്യമുള്ള യാത്രയ്ക്ക് വേണ്ടി മുള്ളും മുരടും നിറഞ്ഞ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കാൻ ഒരു യാത്രികനായി, ലക്ഷ്യമുള്ള സഞ്ചാരിയായി ഞാൻ ഇവനെ വിളിക്കുകയാണ്. അടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കാൻ പറഞ്ഞു. എന്തിനാണ് ഈ ഭക്ഷണം, ഈ ആഘോഷത്തിനിടയിൽ? അപ്പന് നന്നായിട്ട് ബുദ്ധിയുള്ളതാണ്. അപ്പനറിയാം ഇവൻ തിരിച്ചു വന്നതിന് ആഘോഷമായി 10 ആളുകളെ അറിയിച്ചില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ, സങ്കടം വന്നാൽ കൽവിറ്റ് വെച്ച് ചിലപ്പോ ബിവറേജസിന്റെ ക്യൂ വെച്ചവൻ ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കാൻ പ്രേരണ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ അപ്പൻ ഇവരെ തന്ത്രത്തിൽ സാമൂഹികവൽക്കരിക്കുകയാണ്, സോഷ്യലൈസേഷൻ. അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അപ്പൻ ഇവരെ പിടിച്ചു കയറ്റി നിർത്തുകയാണ്. സമൂഹത്തിൽ ഭക്ഷണം കഴിച്ച് ജനകീയനാക്കി മാറ്റുകയാണ്.
സാമൂഹിക ബന്ധങ്ങളിലുള്ള അകൽച്ച നീക്കുകയാണ്. അവന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ യൻവശിലേക്ക് അവനെ വീണ്ടും ബന്ധപ്പെടുത്തുകയാണ്. ആ പുത്രനെ സ്നേഹത്തോടെ ചേർത്ത് വെച്ചു. എന്നിട്ട് അർത്ഥം പറഞ്ഞു 24 വാക്യം, ഈ എന്റെ മകൻ മരിച്ചവനായി. മരിച്ചവനെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നത് എല്ലാം തീർന്നു എന്ന് പറയുന്ന കാര്യമാണ്. എല്ലാ പ്രതീക്ഷയും അവസാനിക്കുമ്പോഴാണ് മരിച്ചവൻ എന്ന വാർത്ത ഉറപ്പിക്കാറുള്ളത്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു പോയിരുന്നു. വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു. ഇനി രക്ഷയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ കണ്ടുകിട്ടി. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ ചേരാത്തൊരു സന്തോഷം. സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന്. അതിൽ കവിഞ്ഞ സന്തോഷം ദൈവരാജ്യത്തിന്റെ സന്തോഷമാണ്. സന്തോഷിച്ച് ആനന്ദിക്കണം എന്ന് കർത്താവ് പറയുന്നത്. കാരണം ഈ എന്ന മകൻ മരിച്ചവനായി. ഒരവസാന കാര്യം കൂടെ പറഞ്ഞത് തന്നെ, ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ 2ാമത്തെ ഡോക്ടറേറ്റിന് ചെന്ന് ചേർന്നപ്പോൾ ഞാൻ പ്രവർത്തിച്ചിരുന്ന ഡിസ്ട്രിക്ട് ചർച്ചിൻ്റെ കീഴിൽ ഒരു കൊച്ചു സഭയിൽ ശുശ്രൂഷകനായിരുന്നു ഡോക്ടർ സത്യൻ, ഡോക്ടർ ഗ്രേസി എന്നിവരുടെ പുത്രൻ ആകാശ് സത്യൻ എന്നൊരു പുത്രനുണ്ടായി. അവനപ്പോൾ എൻട്രൻസിന് പാസ്സായി ബാംഗ്ലൂർ UTCയിൽ BD വിദ്യാർത്ഥിയായി ചേർന്നു. അവൻ ബസ്സിൽ കയറി ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ അവിടെ കുടുംബസമേതം ക്യാമ്പസിൽ കഴിയുകയാണ്. ഈ ആകാശ് സത്യൻ ആ ഡിസ്ട്രിക്റ്റിന്റെ ചുമതലയിൽ ഒരു പള്ളിയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടുമായിട്ട് നല്ല അടുപ്പം, എൻ്റെ മക്കളുമായിട്ടൊക്കെ സൗഹൃദം പങ്കിടുന്നതാണ്. അതുകൊണ്ട് ആകാശ് സത്യൻ ക്യാമ്പസിൽ വന്ന ശേഷം എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് രക്ഷകർത്താക്കളെ ഞങ്ങളെയാണ്. വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പനി ബാധിച്ചു. ആകാശത്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ചികിത്സിച്ചപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും രോഗം മൂർച്ഛിച്ചു. ചിലതിനവൻ അലർജി ഉള്ളത് കൊണ്ട് രക്ഷകർത്താക്കളെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു, അച്ഛാ അടുത്ത ഫ്ലൈറ്റിൽ അച്ഛൻ ഒന്ന് എൻ്റെ പുത്രനെ വീട്ടിലോട്ട് വരിക. പിറ്റേ ദിവസം എനിക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജർമ്മൻ പരീക്ഷയാണ്. പോകാൻ നിർത്തിയിരുന്നു. പരീക്ഷ മാറ്റി അടുത്ത സമയം എഴുതാൻ കുഴപ്പമില്ല ടിക്കറ്റ് റെഡിയാക്കാൻ ചെന്നു. ഒരു രോഗി എന്ന നിലയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണമേ. അവസാനമായി അവരുടെ ബ്ലഡ് പരിശോധിച്ച് റിസൾട്ട് എത്തിച്ചേർന്നു. കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഡോക്ടർ ഒന്നും പറയാതെ സങ്കടപ്പെടുക. സെപ്റ്റിസീമിയ എഴുതിയിട്ടുണ്ട്. രക്തം മുഴുവൻ പഴുപ്പായി മാറി. ഇനി രക്ഷയില്ല എന്നാണ് വായിക്കുന്നത്. കൊണ്ടുപോകാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രക്ഷകർത്താക്കൾ 2 പേരും ഡോക്ടർമാരാണ്, ഹോമിയോ ഡോക്ടേഴ്സ്, ഗവൺമെന്റ് ഡോക്ടേഴ്സ്. അവർ 2 പേരും തിരികെ ബാംഗ്ലൂരിലെത്തി. രാമയ്യ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നൽകി. ഏതാണ്ട് 6 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. അവസാനം അവൻ മരിച്ചു. ഡോക്ടർ സത്യൻ തികഞ്ഞ മദ്യപാനിയായി. സമാധാനം ജീവിതത്തിലില്ലാതായി. ബാംഗ്ലൂർ UTCയിൽ നിന്ന് ഞങ്ങൾ കുടുംബസമേതം ശവശരീരത്തെ അനുഭവിച്ചു. അവരുടെ വീട്ടിൽ ചെന്ന് നടക്കുകയായി. തുടർന്ന് ഞങ്ങളുടെ എല്ലാ ആഘോഷ ദിനങ്ങളിലും അവധിക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ഇവരോടൊപ്പം ചെല്ലുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതും കഞ്ഞി കുടിച്ച് ദിവസം തലനിൽക്കുന്നതും ഞങ്ങൾ പതിവാക്കി തീർത്തു. ഞങ്ങളുടെ വിദ്യാഭ്യാസം 3 വർഷത്തോടെ പൂർത്തീകരിച്ച് തിരിച്ചു പോവുകയാണ്. പോകാൻ സമയമായപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കിടക്കെ ആകാശത്തിന്റെ അമ്മ ഡോക്ടർ ഗ്രേസി എന്നെ രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ ഫോണിൽ വിളിച്ചു. കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇയാളെ ഇത് നന്നാകുമെന്ന് തോന്നി, നന്നാക്കാൻ ശ്രമിക്കരുത്.
ആരും ഡോക്ടർ സത്യം, അയാളിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഞാൻ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, ഇനി പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഗ്രേസി സ്വഭാവം മറന്ന് പൊട്ടിത്തെറിച്ചെന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, വെച്ച അയാളുടെ അപ്പൻ പറയുന്നു ഇനി ഈ സാഹചര്യത്തിൽ രക്ഷപ്പെടാത്തവർ ഇനി നന്നാവുകയില്ല. പള്ളിയിൽ എല്ലാവരും പറയുന്നു ഇനി രക്ഷപ്പെടില്ലെന്ന്, ഇപ്പോ രക്ഷപ്പെടാത്തവർ. എനിക്ക് തോന്നുന്നു 24 വർഷം വിവാഹം കഴിഞ്ഞ് ജീവിച്ചിട്ട് 23 കഴിഞ്ഞ പുത്രൻ മരിച്ചിട്ടുണ്ട്. ഇയാൾ രക്ഷപ്പെടില്ലെങ്കിൽ ഇനി നന്നാവില്ല. അതുകൊണ്ട് അച്ഛാ എന്നെ ആശ്വസിപ്പിക്കേണ്ടതില്ല, ഉപദേശിക്കേണ്ടതില്ല. അവർ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് കരയുക. ഞാൻ ഫോൺ ചെവിയിൽ വെച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടക്കാൻ പാടില്ല. ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ഇവർ ഒന്ന് സമാധാനിച്ചപ്പോൾ പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ അനുഭവത്തിൽ ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എന്റെ അനുഭവത്തിൽ ഇനിയും പ്രതീക്ഷിക്കാം. 100 കണക്കിന് തികഞ്ഞ മദ്യപാനികൾ ഞങ്ങൾക്ക് കടൽത്തരയിൽ ഒരു കൗൺസിലിംഗ് പ്രാർത്ഥനയുണ്ട്. ആരിൽ നിന്നും കാശ് കൊടുത്ത് ചെയ്യുന്ന ശുശ്രൂഷയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ അനുഭവമാണ്. ചികിത്സ പോലും കൂടാതെ രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരല്ലാത്തവർ എനിക്കുണ്ട്, പരിചയമുണ്ട്. ഇനിയും പ്രതീക്ഷിക്കാം. തുടർന്ന് ഞങ്ങൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നു. പിറ്റേ ദിവസം ഡോക്ടർ സത്യന്റെ വീട്ടിലേക്ക് പോയി. ഞാനും ഭാര്യയുമായി ചെന്ന് സംസാരിക്കാൻ. അവർ കൊച്ചു വീട്ടിൽ പാർത്തിരുന്നു. പക്ഷേ വലിയൊരു മാളിക പണി, ഒരു മുറി, മരിച്ചുപോയ ആ പുത്രന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു മുറിയാണ്. അവന്റെ ഫോട്ടോയുണ്ട്, അവരുപയോഗിച്ച ചെറിയ കമ്പ്യൂട്ടറുണ്ട്, അവന്റെ ഫോട്ടോസ് ഉണ്ട്, അവൻ വാങ്ങിയ ട്രോഫികളുണ്ട്. എന്നോടൊപ്പം കടൽ തീരത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞ ആ കടൽ തീരത്ത് തുടർച്ചയായി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ മണിക്കൂറുകളായി മുട്ടുകുത്തി മണലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ചെറുപ്പക്കാരൻ. അവനാണ് മരിച്ചത്. ആ പുത്രൻ പ്രാർത്ഥിച്ചിരുന്നതിനെ കുറിച്ച് ഈ രക്ഷകർത്താക്കൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഓരോ ഓർമ്മ പ്രാർത്ഥനയ്ക്കും ചെല്ലുമ്പോൾ പ്രസംഗിക്കാരനെ ക്ഷണിക്കും. ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ വിവരിക്കാറുണ്ട്. രക്ഷകർത്താക്കൾക്ക് ആ സ്ഥലം വന്ന് കാണണമെന്നും ആ സ്ഥലം പ്രാർത്ഥിച്ചെടുത്ത് ഫോട്ടോ കൊണ്ട് ഈ മുറിക്കെടുത്ത് വയ്ക്കണമെന്നും അവർക്ക് ആഗ്രഹമുണ്ടായി. അടുത്ത മാസം പ്രാർത്ഥിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ രക്ഷകർത്താക്കൾ എന്നോടൊപ്പം വാഹനത്തിൽ വന്നു. ആദ്യം കടലിന്റെ മണലിൽ ഞങ്ങൾ വന്നിരുന്ന് ഒരു പാട്ട് വേണമെങ്കിൽ പാടും. എന്നിട്ട് അപ്പോൾ തോന്നുന്ന ഒരു വചനത്തെ കുറിച്ച് ഞാൻ സംസാരിക്കും. പിന്നെ പരസ്പരം ആരും സംസാരിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നടക്കാം, ഓടാം, കിടക്കാൻ മാത്രം കാരണം നല്ല മണൽ കാറ്റ് തണുപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് ഉറങ്ങിപ്പോകും. ഞാൻ പെട്ടെന്ന് ഈ വചനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴും അദ്ദേഹം നിർബന്ധിക്കുന്നു, ഫോട്ടോ എടുക്കണം, സൂര്യനാസ്തമിക്ക് മുമ്പ് ഫോട്ടോ എടുക്കണം, അച്ഛനെ സ്ഥലം കാണിച്ചു തന്നെ. ഞാനൊന്നും ശ്രദ്ധിക്കാതെ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഓരോരുത്തരെയും ഇരുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡോക്ടർ സത്യനോട് ചേർന്ന് പുത്രൻ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലങ്ങൾ മണൽക്കൂരയുടെ അരികിൽ വരാൻ ഞാൻ അവരെ വിളിച്ചുകൊണ്ടുപോയി. സത്യൻ ക്യാമറയിൽ വലിയൊരു പുതപ്പൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെയാണ് നിങ്ങളുടെ പുത്രൻ സാധാരണ പ്രാർത്ഥിച്ചത്. അവിടെ വന്നപ്പോൾ തന്നെ ഇവന്റെ മുഖഭാവം മാറി. കൊണ്ടുപോയി വലിയ പുതപ്പ് നിലത്ത് തിരിച്ചു. ക്യാമറ അതിന്റെ മുകളിൽ വെച്ചു. 2 പ്രാവശ്യം മാറത്തടിച്ചു. ഡോക്ടർ സത്യൻ നിലത്ത് വീണു, ഉരുണ്ട് കരയാൻ. ഇതൊക്കെ സാധാരണ പതിവ് കാഴ്ചയാളായതുകൊണ്ട് ഞാൻ നമ്മുടെ ഞാൻ പ്രാർത്ഥനയുള്ളത്. ദൂരെ ഓടിപ്പോയി ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. സന്ധ്യയായി. ഏതാണ്ട് ഇരുട്ട് വീണ ശേഷം ഞാൻ ഇവരുടെ അടുത്തിലേക്ക് വന്നു.
കരച്ചിൽ തുടരുകയാണ്. കമിഴ്ന്ന് കിടപ്പുണ്ട്. കൈകൾ രണ്ടും മുറുകെ പിടിച്ച് മണൽ ഇടിക്കുന്നുണ്ട്. നെറ്റി നിലത്ത് തട്ടുന്നുണ്ട്. കരയുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ സാവധാനം തട്ടി അവനെ എഴുന്നേൽപ്പിച്ചു. എന്നെ കയറി പിടിച്ചു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. എനിക്ക് ഇവിടെ വെച്ച് എന്നോട് സംസാരിച്ച കർത്താവിനെ ഞാൻ ജീവിതത്തിൽ മുഴുവൻ പിടിക്കുകയാണ്. ഞാൻ ഇന്ന് മുതൽ അവന്റെ സാക്ഷിയായി ജീവിക്കുന്നു. ഇന്നും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് വേണ്ടി സൗജന്യമായി ധനം ശേഖരിക്കാൻ ഓരോ ആഴ്ചകളിലും പള്ളികൾ തോറും സഞ്ചരിച്ച് തന്റെ സ്വന്തം അനുഭവം സാക്ഷ്യമായി പറയും. ഡോക്ടർ സത്യൻ രൂപാന്തരപ്പെട്ടു. ഈ എന്റെ മകൻ മരിച്ചവരായി. കഴിഞ്ഞ 13 വർഷമായി ഡോക്ടർ സത്യൻ ഈ സുവിശേഷവേല ആവർത്തിക്കുന്നു. 2012 ഈ സംഭവം നടന്നത്. ഞാൻ പറയട്ടെ, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നാണ് കരുതിയത്. സ്വന്തം ഭാര്യയും ഒരു മകൻ കൂടിയുള്ള സ്വന്തം മകനും രക്ഷകർത്താക്കും. ഈ എന്റെ മകൻ മരിച്ചവരായി വീണ്ടും ജീവിച്ചു. ആരെങ്കിലും കുറിച്ച് നമുക്ക് ഇത്തരത്തിൽ വിചാരമുണ്ടായാൽ അവരുടെ ദൈവത്തിന് സാധിക്കാതെ ഒന്നുമില്ല. കർത്താവിന് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമില്ല. ഏത് കഠിനമായ അന്തരീക്ഷമായാലും ഈ കർത്താവ് മാറ്റും. ആ മാറ്റത്തിന് വിധേയപ്പെടാൻ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ.